ഇന്നലെ ഈ വേദിയിൽ കേരളത്തിലെ ജിന്ന് പൂജാരികളായ ഒരു കൂട്ടം മൗലവിമാർ വന്ന് കളവിന്റെ അഭിഷേകം നടത്തിയിട്ടാണ് ഇവിടെ നിന്ന് യാത്ര തിരിച്ചത്. സാധാരണ അവരുടെ പരിപാടി നടന്നാൽ ഒരാഴ്ചയുടെ ഗ്യാപ്പ് 7 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉരുപെടാറുള്ളത്. പക്ഷേ 7 ദിവസം അതിന്റെ ദുർഗന്ധവും അതിന്റെ നാറ്റവും നാടാകെ അടിച്ചു വീശുന്നത് കൊണ്ട് പിറ്റേന്ന് തന്നെ അതിനെ ഒലിപ്പെട്ടിട്ട് ക്ലിയറാക്കാമെന്ന നിലക്കാണ് ഞാനിങ്ങനെ പിറ്റേന്ന് തന്നെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്, ആമുഖമൊന്നും പറയുന്നില്ല. ഇന്നലെ നടന്ന മൗലവിമാരുടെ പ്രസംഗം കേട്ടപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു പോയി, ഈ മൗലവിമാർക്ക് എന്തോ ഗുളിക മാറിയതാണോ അല്ല കുടിക്കാത്തതാണോ, അല്ലാഹു അലം. ഒരേ മൗലവിമാർ ഒരേ സ്റ്റേജിൽ പരസ്പരം വൈരുദ്ധ്യം പറയുന്നു. ഒരേ മൗലവി 5 മിനിറ്റിന് മുമ്പ് പറഞ്ഞത് 5 മിനിറ്റ് കഴിഞ്ഞേക്കുമ്പോൾ അതിന്റെ നേരെ വിരുദ്ധം പറയുന്നു. ഇങ്ങനെ ഗുളിക മാറിയവരെ പോലെ സംസാരിച്ചിട്ടാണ് മൗലവിമാർ ഇവിടുന്ന് തടി സലാമത്താക്കിയത്. സാധാരണ എല്ലാത്തിനും ഖുർആനും ഹദീസും തെളിവ് ചോദിക്കുന്ന മൗലവിമാർക്ക് അവർ പറയുന്നതിന് ഒറ്റ തെളിവും പറയാറില്ല. തൊള്ളയിൽ പറഞ്ഞത് ഇങ്ങനെ ഓരോന്ന് പറയാ, തെളിവൊന്നുമില്ല. മൗലവിന്റെ വാക്ക് തന്നെയാണ് തെളിവ്. അതിനെ കേട്ടിരിക്കാൻ വേണ്ടി കുറെ സാധുക്കളും, അള്ളാഹു അവർക്കൊക്കെ ഹിദായത്ത് നൽകുമാറാവട്ടെ. ഈ മൗലവിമാരുടെ ചതിയിൽ പെട്ടുപോയതാണ് ആ സാധുക്കള്. അവർ പിന്നെ നമ്മൾ പറയുന്നതൊന്നും ആലോചിക്കുകയോ കാതൊടുക്കുകയോ ചെയ്യൂല. ഈ പറയുന്നതിൽ സത്യമുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ഒരു സന്മനസ് പോലും ഈ മൗലവിമാർ അവരുടെ അനുയായികൾക്ക് ഉണ്ടാക്കി കൊടുക്കൂല. കാരണം ഉസ്താദുമാർ പറയുന്നത് മുഴുവനും കള്ളമാണ്, കളവാണ് എന്ന് ആ സാധുക്കളെ ധരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തു പറഞ്ഞാലും അതിനെ ആലോചിക്കാനും പഠിക്കാനും ആ സാധുക്കൾ തയ്യാറാവാറില്ല. ഇതിന്റെ ലാഭം എടുത്തുകൊണ്ടാണ് മൗലവിമാർ ഇങ്ങനെ തൊള്ളയിൽ തോന്നിയത് പറഞ്ഞ് തടി സലാമത്താക്കുക. അള്ളാഹു അവരെ നന്നാക്കി തരുമാറാവട്ടെ. നന്നാക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അവരെ ഷർറിൽ നിന്ന് ഈ ഉമ്മത്തിന് അള്ളാഹു കാക്കുമാറാവട്ടെ. അതേ നമുക്ക് ദ്വാരക്കാനുള്ളൂ. ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഇവിടെ പ്രസംഗിച്ച ഒരു മൗലവി, ഞാൻ ആഴ്ചകൾക്ക് മുമ്പ് ഹുസൈൻ സലഫിക്ക് മറുപടി കൊടുത്ത പ്രസംഗത്തിന്റെ ഒരു ഭാഗം കേൾപ്പിച്ചു. എന്താ കേൾപ്പിച്ചത്? ഞാന് ഇവരെ സംബന്ധിച്ച് ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞു, ജിന്ന് പൂജാരികളാണെന്നും പറഞ്ഞു. ഞങ്ങൾ എവിടെയാണ് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത്? തെളിയിക്കാൻ കഴിയുമോ എന്നാണ് മൗലവിന്റെ വെല്ലുവിളി. അങ്ങനെയാണല്ലോ, ആളില്ലാത്ത ഗ്രൗണ്ടിൽ പോയി പോസ്റ്റ് അടിക്കാൻ എളുപ്പല്ലേ അല്ലേ? അപ്പോ ഞാനിങ്ങനെ വെറുതെ പറഞ്ഞതാണ്, ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളെ മേലെ ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചതാണ് മൗലവിന്റെ പരാതി. അന്ന് ആദ്യം പറയുന്നത് കേട്ടു. അയാള് നീ അങ്ങോട്ട് നോക്കിയാൽ കേപ്പി.
അത് സൗണ്ട് എന്ത് സൗണ്ട് എന്ത് ഇത്ര അടുത്ത് മുന്നത്തെ പിന്നെ ആ എന്ത് വിഷയം പിന്നെ എന്ത് വിഷയം അല്ല ഒക്കെ പിന്നെ ശരിയല്ലേ അതായത് കേരളത്തിൽ വഹാബികൾ 3 വിഭാഗമായിട്ടുണ്ട്. പ്രധാനപ്പെട്ട 3 സംഘടനകൾ. അതിന്റെ ഉള്ളിൽ ധാരാളം ഉപസംഘടനകൾ വേറെയുണ്ട്. അത് വേറെ വിഷയം. 18 വിഭാഗങ്ങളായിട്ടുണ്ട്. പ്രധാനപ്പെട്ട 3 സംഘടനകളുണ്ട്. ഒന്ന് അവരുടെ പഴയകാലം എന്ന് പറഞ്ഞാൽ അവരുണ്ടായത് മുതൽക്കുള്ള സംഘടന KNM എന്ന് പറയുന്ന കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടനയുടെ ആളുകൾ, അനസ് മൗലവിയും അനീഫ് കായക്കൂടി അടക്കമുള്ള മൗലവിമാർ. വേറൊരു വിഭാഗമുണ്ട്, മടവൂരികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ മർക്കസുദ്ദഅവ എന്തോ അങ്ങനെ ആ നിലക്കുള്ളൊരു പേരിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ വഹാബികൾ. മൂന്നാമത്തെ വിഭാഗമാണ് ജിന്ന് പൂജാരികളായ വിസ്ഡം ഗ്രൂപ്പുകാർ. ജിന്ന് ബാധയേറ്റ വിഭാഗമാണ് ഈ വിസ്ഡം ഗ്രൂപ്പ് എന്ന് പറയുന്ന വിഭാഗം. അവരാണ് ഇന്നലെ ഇവിടെ വന്ന് പരിപാടി നടത്തിയതും കേസ് റോഡിൽ പരിപാടി നടത്തിയതും ഈ വിഭാഗമാണ്. ഈ 3 വിഭാഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാഫറാക്കുകയാണ്. ജിന്നൂരികൾ മറ്റ് 2 വിഭാഗത്തിന് പറയും അവർ മുസ്ലിമീങ്ങളല്ല, അവർ ഇങ്ങോട്ടും പറയും നിങ്ങൾ മുസ്ലിമീങ്ങളല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കുന്ന ഓരോ വിഭാഗവും പുതിയ പുതിയ തൗഹീദുകൾ പറയുന്ന വിഭാഗക്കാരാണ് ഈ 3 വിഭാഗവും. KNM ആയാലും അതുപോലെ വിസ്ഡം ഗ്രൂപ്പായാലും മടവൂരികളായാലും പുതിയ ഇല്ലാത്ത ഇവർ ക്രിയേറ്റ് ചെയ്ത തൗഹീദിന്റെ വക്താക്കളാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? വഹാബികൾ ഇങ്ങനെ ഇവിടെ ഇന്നലെ വിഷയാവതരണം നടത്തിയ മൗലവി ഷിർക്കിന് വിരുദ്ധമായ ആയത്തുകൾ ഇങ്ങനെ കുനുകുനെ ഓതുകയാണ്. ഷിർക്ക് ചെയ്താൽ അവന്റെ അമല് ബാത്തിലാകും, അവൻ നരകത്തിലാകും, അവൻ ശാശ്വതമായി നരകത്തിലാണ് എന്നിങ്ങനെ ഷിർക്കിന് വിരുദ്ധമായിട്ട് ഖുർആനിലുള്ള ആയത്തുകൾ ഇങ്ങനെ ഓതുകയാണ്.
ആയാ ഇതിന് മാത്രമുള്ളതാ? ബോക്സിലില്ലേ? യഥാർത്ഥത്തിൽ എന്താണ് തൗഹീദ് എന്ന് ഒറ്റ മൗലവിമാർ വിശദീകരിക്കാറില്ല. ഷിർക്ക് എന്താണെന്ന് അതിന്റെ നിർവചനം പറഞ്ഞ് ഒരു മൗലവിയും പ്രസംഗിക്കുന്നില്ല. ഇന്നലെയും അത് പറഞ്ഞിട്ടില്ല. തൗഹീദ് എന്താണ്? മഹാന്മാരായ അയിമ്മത്ത് ഇസ്ലാമിന്റെ തൗഹീദ് എന്താണെന്ന് അതിന്റെ ഡെഫിനിഷൻ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇഅ്തിഖാദു അദമി ശരീകി ഫിൽ ഉലൂഹിയ്യത്തി വ ഖവാസിഹാ. ഇമാം സഅദുദ്ദീൻ അത്തഫ്താസാനി റളിയല്ലാഹു അൻഹു ശറഹുൽ അഖായിദിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഇഅ്തിഖാദു അദമി ശരീകി ഫിൽ ഉലൂഹിയ്യത്തി വ ഖവാസിഹാ. ഉലൂഹിയ്യത്തിന്റെയും അതുപോലെ അതിന്റെ പ്രത്യേകതകളിലും അല്ലാഹുവിന് കൂറുകാരുണ്ട്, കൂറുകാരില്ല എന്ന് വിശ്വസിക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയുക. ഉലൂഹിയ്യത്ത് എന്താണ്? ഉലൂഹിയ്യത്ത് എന്നത് വിശദമായി വിശദീകരിക്കേണ്ട കാര്യമാണ്. ഞാനിപ്പോ അതിലേക്ക് വിശദമായി പോകുന്നില്ല. വഅറാദ ബിൽ ഉലൂഹിയ്യത്തി ഉജൂബൽ വുജൂദ്. അതിന് വിശദീകരിച്ചുകൊണ്ട് അബ്ദുൽ ഹക്കീം സയ്യാലിക്കുത്തി പറഞ്ഞു, ഉലൂഹിയ്യത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉജൂബൽ വുജൂദ്, അസ്തിത്വം നിർബന്ധമാവുക എന്ന കാര്യമാണ്. അഥവാ അസ്തിത്വം നിർബന്ധമായവൻ അല്ലാഹു മാത്രമാണ്. ഉണ്ടായിരിക്കൽ നിർബന്ധമാവുക എന്ന കാര്യം അല്ലാഹുവിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ബാക്കി ഒരു വസ്തുവും വാജിബുൽ വുജൂദ് അല്ല. മറ്റുള്ള എല്ലാ വസ്തുക്കളും മുംകിനാണ്. ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ഈ നിലക്കുള്ള മുംകിനായ വസ്തുക്കളാണ്. അല്ലാഹു അസ്തിത്വം നിർബന്ധമായവനാണ്. ഉണ്ടായിരിക്കൽ നിർബന്ധമാവുക. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വസ്തുവിനെയോ ഏതെങ്കിലും വ്യക്തിനെയോ അത് ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്, ഉജൂബാണ് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്, അത് തൗഹീദിന് വിരുദ്ധമാണ്. ഉണ്ടായിരിക്കൽ നിർബന്ധമായവൻ അല്ലാഹു മാത്രമാണ്. അതിന്റെ ഉലൂഹിയ്യത്തിന്റെ പ്രത്യേകതകളിൽ അല്ലാഹുവിന് ഒരു കൂറുകാരനും ഇല്ല എന്ന് വിശ്വസിക്കുക. എന്താണ് അല്ലാഹുവിന്റെ ഉലൂഹിയ്യത്തിന്റെ ഖവാസ്? അബ്ദുൽ ഹക്കീം സയ്യാലിക്കുത്തി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു, വഅറാദ ബിൽ ഉലൂഹിയ്യത്തി ഉജൂബൽ വുജൂദ് വബിഖവാസിഹാ അൽ ഉമൂറൽ മുതഫർരിയത അലൈഹി മിൻ കൗനിഹി ഖാലിഖൻ ലിൽ അജ്സാമി വമുദബ്ബിറൻ ലിൽ ആലമി വമുസ്തഹിഖൻ ലിൽ ഇബാദ. മൂന്ന് കാര്യങ്ങളാണ് മഹാനായ അബ്ദുൽ ഹക്കീം സയ്യാലിക്കുത്തി അവിടെ വിശദീകരിക്കുന്നത്. അസ്തിത്വം നിർബന്ധമാവുക, ഉലൂഹിയ്യത്തിന്റെ മൂന്ന് പ്രത്യേകതകൾ. ഒന്ന്, വഅറാദ വബിഖവാസിഹാ അൽ ഉമൂറൽ മുതഫർരിയത അലൈഹി മിൻ കൗനിഹി ഖാലിഖൻ ലിൽ അജ്സാം. ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. ആകാശമായാലും ഭൂമിയായാലും മനുഷ്യരും ജിന്നുകളും മരങ്ങളും പർവ്വതങ്ങളും ഗോളവും ആകാശവും എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. ഇത് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നതാണല്ലോ. ലോകത്ത് സൃഷ്ടാവ് അല്ലാഹു മാത്രമേ ഉള്ളൂ. സൃഷ്ടിക്കുക എന്ന ഖൽഖ് എന്ന് പറയുന്ന കാര്യം അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. അലാ ലഹുൽ ഖൽഖ്, വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. സൃഷ്ടിക്കുക എന്ന കാര്യം അത് അല്ലാഹുവിന് മാത്രമാണുള്ളത്. അലാ ലഹുൽ ഖൽഖ്, സൃഷ്ടിക്കുക എന്നത് അല്ലാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിനെ സൃഷ്ടിക്കുന്ന വിഷയത്തിൽ ആരെങ്കിലും കൂറുകാരുണ്ട്, അല്ലാഹുവിനെ അതിൽ കൂറുകാരുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. അതുപോലെ
വഖാലിഖൻ ലിൽ അജ്സാമി വമുദബ്ബിറൻ ലിൽ ആലം. ഈ ലോകത്തിനെ നിയന്ത്രിക്കുക എന്ന തദ്ബീർ അല്ലാഹുവിന് മാത്രമാണുള്ളത്. മുദബ്ബിർ അല്ലാഹു മാത്രമാണ്. ലോകത്തിനെ തദ്ബീർ ചെയ്യാൻ, ആ തദ്ബീറിന്റെ വിഷയത്തിൽ ആരെങ്കിലും അല്ലാഹുവിന്റെ കൂടെ കൂറുകാരുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. മുദബ്ബിർ, അല്ലാഹുവിന് പുറമെ ഒരു മുദബ്ബിർ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. ഇത് പറയുമ്പോ ചിലപ്പോൾ സംശയമുണ്ടായേക്കാം. മലക്കുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ മുദബ്ബിറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ മുദബ്ബിരീങ്ങളാണ്, മുദബ്ബിറാത്തുകളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ തന്നെയാണ് സത്യം. അവിടെ മുഫസ്സിറുകൾ എടുത്ത തഫ്സീർ രണ്ടെണ്ണമാണ്. ഒന്ന് മലായികത്തുകൾ, മറ്റൊരു വ്യാഖ്യാനം കൂടി മഹാന്മാരായ മുഫസ്സിറുകൾ ഈ ആയത്തിന് എടുത്തിട്ടുണ്ട്. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു, അതുപോലെ തഫ്സീറുൽ ലുബാബ്, അതുപോലെ തന്നെ ഇമാം മാതുരിദിയുടെ തഅ്വീലു അഖീദത്തി അഹ്ലി സുന്ന എന്ന് പറയുന്ന തഫ്സീറിന്റെ ഗ്രന്ഥവും, അങ്ങനെ തുടങ്ങി ഒരുപാട് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ഈ മുദബ്ബിറാത്തിൽ അർവാഹു സ്വാലിഹീൻ അല്ലെങ്കിൽ അർവാഹുൽ മുഅ്മിനീൻ, അവരുടെയും അർവാഹുകൾ ആത്മാവിനും തദ്ബീറുകൾ ഉണ്ട് എന്ന് വ്യാഖ്യാനമെടുത്തതായി നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അതിന്റെ അർത്ഥം അവരൊക്കെ അള്ളാഹുവിന്റെ കൂറുകാരാണ് എന്നല്ല, മറിച്ച് അവർ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട, അള്ളാഹു ഏൽപ്പിച്ച ഡ്യൂട്ടി ചെയ്യുന്ന, പണികൾ എടുക്കുന്ന ആളുകൾ എന്ന് മാത്രമാണ്. അവർ സ്വന്തമായി തദ്ബീർ ചെയ്യുന്നവരല്ല, സ്വതന്ത്രമായി തദ്ബീർ ചെയ്യുന്നവരല്ല. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അവന്റെ മശീയത്ത് പ്രകാരം അവൻ ഏൽപ്പിച്ച കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരാണ് മലായികത്തുകളും സ്വാലിഹീങ്ങളും. അവരെ ചോദ്യം ചെയ്യാനും നിയന്ത്രിക്കാനും അവരെ മുകളിൽ അല്ലാഹു ഉണ്ട്. അല്ലാഹുവിനെ നിയന്ത്രിക്കാനും ചോദ്യം ചെയ്യാനും മറ്റൊരാളില്ല. അല്ലാഹുവിന് പരിധി നിശ്ചയിച്ചു കൊടുക്കാൻ ആരുമില്ല. ആ അർത്ഥത്തിൽ മുത്ലഖ് ആമായ നിലക്ക്, സർവാധികാരി എന്ന നിലക്ക് ഈ ലോകത്തിനെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. മൂന്നാമത്തെ കാര്യമാണ് മുസ്തഹിഖുൽ ലിൽ ഇബാദ, ആരാധനക്കർഹനായിരിക്കുക എന്നത്. അത് അല്ലാഹുവിന് മാത്രമുള്ള വിശേഷണമാണ്. ലോകത്ത് ഒരു മനുഷ്യനെയും, ഒരു ശക്തിനെയും, ഒരു നബിയെയും, ഒരു വലിയനെയും ആരാധിക്കാൻ പാടില്ല, ഇബാദത്ത് എടുക്കാൻ പാടില്ല. ഇബാദത്ത് മുഴുവനും അല്ലാഹുവിന് മാത്രമാണ്. ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിശ്വാസത്തിനാണ് തൗഹീദ് എന്ന് പറയാ. അഥവാ അസ്തിത്വം നിർബന്ധമായവനും ലോകത്തിനെ സൃഷ്ടിച്ചവനും ഈ ലോകം പരിപാലിക്കുന്നവനും ആരാധനക്കർഹനായവനും അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന വിശ്വാസത്തിനാണ് തൗഹീദ് എന്ന് പറയുക. നിർബന്ധമായവൻ ഈ ലോകത്ത് അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാളുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. ആരാധനക്കർഹനായ ആള് മറ്റാരെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. അതുപോലെ അല്ലാഹുവിനെ പോലെ ഈ ലോകത്തിനെ നിയന്ത്രിക്കുന്ന ഒരു മുസ്തഖില്ലായ മുത്ലഖായ ഒരു മുദബ്ബിർ ലോകത്തിനുണ്ട്. സ്വതന്ത്രമായി സ്വന്തമായ നിലയ്ക്ക് ലോകം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട് അല്ലാഹുവിന്റെ പുറമെ എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. അതുപോലെ ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ അല്ലാഹു അല്ലാത്ത ആളുകൾക്കും അതിൽ പങ്കുണ്ട് എന്ന് വിശ്വസിച്ചാലും അതും ശിർക്കാണ്. ഇതിനാണ് ശിർക്ക് എന്ന് പറയാ, അതുപോലെ തൗഹീദ് എന്ന് പറയാ. നിങ്ങൾ ആലോചിച്ചോക്ക്, ഈ വിശദീകരണങ്ങൾ എന്റെ വകയിലുള്ളതല്ല. ഇമാം സാദുദ്ദീൻ തഫ്താസാനി അവിടുത്തെ ശറഹുൽ അഖായിദിൽ വിശദീകരിച്ചതാ. എന്നാൽ വഹാബികൾ ഇങ്ങനെ ശിർക്കിന് വിരുദ്ധമായ ആയത്തുകളോടും എന്താണ് മൗലവി ശിർക്ക് എന്ന് ചോദിച്ചോലോ, അത് വിശദീകരിക്കൂല. ഇന്നലെ നടന്ന പരിപാടിയിൽ ശിർക്കിന്റെ നിർവചനം വായിച്ചിട്ടുണ്ടോ? ഇല്ല. മൗലവിന്റെ തൊള്ള മാത്രമാണ്. അല്ലാഹുവിന് അർപ്പിക്കേണ്ടത് മാത്രം
അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട കാര്യം മറ്റാർക്കും അർപ്പിച്ചാൽ അത് ശിർക്കാണ് എന്ന് പറയും. എന്നാൽ ഇതിന്റെ ഉള്ളിൽ, ഈ പറയുന്ന വാക്കിന്റെ ഉള്ളിൽ ഒരുപാട് കള്ളത്തരങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് മൗലവിമാർ ഈ പദപ്രയോഗം നടത്തുന്നത്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടത് എന്ന് പറയുമ്പോ എന്താണ് മൗലവിമാര് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടത്? അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടത് ഏതാണെന്ന് വിശദീകരിക്കണം. ഇമാമീങ്ങളെ ഗ്രന്ഥങ്ങൾ വെച്ച് വിശദീകരിക്കണം. മൗലവിമാരെ തൊള്ള പറ്റൂല. ഖുർആന്റെ ആയത്ത് ഓതി അതിൽ നിന്ന് ഇജ്തിഹാദ് ചെയ്ത് ഗവേഷണം നടത്തിയിട്ട് ആ നിലക്കുള്ള കണ്ടുപിടുത്തങ്ങളൊന്നും ഇവിടെ വിലപ്പോവില്ല. എന്താണ് അള്ളാഹുവിനെ മാത്രം പ്രത്യേകമായത്? ദൂരെ നിന്ന് കാണലും കേൾക്കലോ? ആര് പറഞ്ഞു? ദൂരെ നിന്ന് ഒരു ശക്തിനെ കാണലും കേൾക്കലും അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണെന്ന് ഏതെങ്കിലും ഖുർആന്റെ ഒരു ആയത്ത് കൊണ്ട് തെളിയിക്കാൻ മൗലവിമാർക്ക് കഴിയോ? ഒരു ഹദീസ് വായിക്കാൻ കഴിയോ? ദൂരെ നിന്ന് കാണാനും കേൾക്കാനും അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ ചിരിക്കും. കാരണം ഉസ്താദ്, അമേരിക്കയിലുള്ള ബാപ്പയോട് ഞാൻ ഇപ്പൊ സംസാരിച്ചിട്ടാ വന്ന് അല്ലേ? ദൂരെയുള്ള ബാപ്പയോടല്ലേ സംസാരിച്ചത്? ദൂരെ അള്ളാഹുവിന്റെ പ്രത്യേകതയാണ് എങ്കിൽ അത് ഒരു കാരണവശാലും ഒരു മഖ്ലൂഖിനും കിട്ടൂല. അത് മനുഷ്യനും കിട്ടൂല, മൊബൈലിനും കിട്ടൂല, സാറ്റലൈറ്റിനും കിട്ടൂല. അള്ളാഹുവിന് മാത്രം പ്രത്യേകതമായത്. ഞാൻ ചോദിക്കട്ടെ, ഉലൂഹിയത്ത് അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. ഇത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിലോ ഏതെങ്കിലും ഒരു വസ്തുവിനോ കിട്ടുമോ? കിട്ടൂല. സാറ്റലൈറ്റ് ഉണ്ടോ? മൊബൈലിൽ കിട്ടുമോ? ഉണ്ടാവില്ല. ലോകത്തിനെ സൃഷ്ടിക്കുക എന്ന കാര്യം ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു വസ്തുവിന് അത് കിട്ടുമോ? കിട്ടൂല. അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ ഒരു കാര്യം ഒരു കാരണവശാലും കഴിഞ്ഞ അതുകൊണ്ട് അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ ഒരു കാര്യം ലോകത്ത് ഒരു ശക്തിക്കും ഒരിക്കലും ഒരു നിലക്കും കിട്ടൂല. അപ്പൊ അമേരിക്കയിൽ ദൂരെയുള്ള ഒരാളോട് സംസാരിക്കുന്നതും ശബ്ദം കേൾക്കുന്നതും കാണുന്നതും അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണെങ്കിൽ മൊബൈൽ ആരാവണം? ദൈവമാകണം. അവണ്ടേ മൊബൈൽ ദൈവമാകണം. മൊബൈലിന് ഉലൂഹിയത്തുണ്ട് എന്ന് പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് പച്ച വിവരക്കേടാണ് ഈ മൗലവിമാർ ഇവിടെ വിശദീകരിക്കുന്നത്. അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകമായ ഒരു കാര്യം ഒരു കാരണവശാലും ഒരു സമയത്തും ഒരു വസ്തുവിനും കിട്ടൂല. അതുകൊണ്ട് ദൂരേന്ന് കാണുക, കേൾക്കുക എന്നത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകത അല്ല. അങ്ങനെ ഒരു ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഖുതുബ ഓതുമ്പോ 1800 കിലോമീറ്റർ അകലെയുള്ള നഹാവന്ത് 1800 കിലോമീറ്റർ ഉണ്ട്. ആ നഹാവന്തിൽ സാരി റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുമ്പോ ആ പർവ്വതത്തിന്റെ മറുഭാഗത്ത് ശത്രുക്കൾ ഒളിച്ചു നിന്നത് ഉമർ ബിൻ ഖത്താബ് മദീനത്തെ മിമ്പറിൽ കാണുന്നു. ചരിത്രം നിഷേധിക്കാൻ കഴിയോ? മുജാഹിദിന്റെ മൗലവിമാർ അവരുടെ ഗ്രന്ഥത്തിൽ അംഗീകരിച്ച കാര്യമാണ് ഇത്. മുജാഹിദീങ്ങളുടെ വലിയ ഖോജ ഉസൈമീൻ എന്ന് പറയുന്ന ഖോജ, ഗൾഫിലെ ഖോജ, ആ ഖോജന്റെ വ്യാഖ്യാന ഗ്രന്ഥമാണ് റിയാദുസ് സ്വാലിഹിന്റെ വ്യാഖ്യാന ഗ്രന്ഥം. അതിൽ ഈ സംഭവം അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് ഇതിന്റെ 272-ാമത്തെ പേജിൽ. അതുപോലെ തന്നെ ഉസൈമീനിന്റെ ഫത്താവയിലും നമുക്ക് കാണാൻ കഴിയും. മറ്റ് ധാരാളം ഫത്താവിൽ നിഷേധിക്കട്ടെ, അങ്ങനെ സംഭവം ദുർബലമാണെന്ന് പറയട്ടെ, സംഭവം ഇല്ല എന്ന് പറയട്ടെ. ഞാൻ ചോദിക്കട്ടെ, ദൂരെ നിന്ന് കാണുന്നത് അള്ളാന്റെ മാത്രം ഖുസൂസിയത്താണെങ്കിൽ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ സാരി റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെ കണ്ടു? ഉമർ ബിൻ ഖത്താബ് ദൈവമായോ? ഉമർ ബിൻ ഖത്താബ് ദൈവമായോ? ദൈവത്തിന്റെ അംശം ഉമർ ബിൻ ഖത്താബിൽ ഇറങ്ങിയോ? ഇനി ചോദിക്കട്ടെ, അബൂ ഖിർസാഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം
അദ്ദേഹത്തിന്റെ മകൻ അബൂ ഖിർസാഫ് റളിയല്ലാഹു അൻഹു ഷാമിലാണുള്ളത്. മകൻ റോമിലാണ്. അബൂ ഖിർസാഫ് റളിയല്ലാഹു അൻഹു രാവിലെ എണീച്ചുകൊണ്ട് സുബഹിക്ക് എണീച്ച് എത്രയോ 100 കിലോമീറ്റർ അകലെയുള്ള മകനോട് തന്റെ വീട്ടിലിരുന്നു കൊണ്ട് വിളിക്കുകയാണ്, മോനെ സുബഹി നിസ്കാരത്തിന്റെ സമയമായി, നിസ്കരിക്കുക. എവിടെയാ പറയാ? ഷാമില്. മകൻ എവിടെയാ ഉള്ളത്? റോമിലാണ്. റോമിൽ നിന്ന് ബാപ്പ പറയുന്നത് അബൂ ഖിർസാഫ് കേൾക്കുന്നു. എങ്ങനെ ദൂരെ നിന്ന് കേട്ടു മൗലവിമാരെ? അബൂ ഖിർസാഫ് റളിയല്ലാഹു അൻഹു എങ്ങനെ കേട്ടു? അബൂ ഖിർസാഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അദ്ദേഹത്തിന്റെ മകൻ ഇയാല് എങ്ങനെ കേട്ടു? ഇയാളിനെ അബൂ ഖിർസാഫ് ബാപ്പ ഷാമിൽ വെച്ചുകൊണ്ട് എങ്ങനെ കണ്ടു? ദൂരെ നിന്ന് കാണലും കേൾക്കലും അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണെങ്കിൽ അബൂ ഖിർസാഫ് ദൈവത്തിന്റെ അംശമുണ്ട് എന്ന് പറയേണ്ടി വരും. ഇമാം ഇബ്നു അബി ആസിം അവിടുത്തെ അൽ ആഹാദ് വൽ മസാനി 2ാം വാള്യം 279 പേജ്. ഇമാം തബറാനിയുടെ അൽ മുഅ്ജമുസ് സഗീർ 189 നമ്പർ ഹദീസ്. ഇമാം ഹൈസമി പറയുന്നു ഈ ഹദീസ് പഠിച്ചുകൊണ്ട് അവിടുത്തെ മജ്മഉ സവായിദിൽ പറയുന്നു റവാഹു തബറാനിയു വരിജാലുഹു ഫുഖാത്തുൻ. ഈ ഹദീസ് തബറാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടർമാർ വിശ്വസ്തന്മാരാണ്. ദൂരെ നിന്ന് കാണുന്നത് അള്ളാന്റെ മാത്രം പ്രത്യേകതയാണെങ്കിൽ അബൂ ഖിർസാഫ് റോമിലുള്ള മകനെ എങ്ങനെ കണ്ടു? സാറ്റലൈറ്റ് വെച്ച് നോക്കിയതല്ല. ആധുനികമായ ഒരു സംവിധാനം ഇല്ലാത്ത കാലഘട്ടത്തിൽ റോമിലുള്ള മകനെ കാണുന്നു. മകൻ ബാപ്പാന്റെ ശബ്ദം കേൾക്കുന്നു. ശിർക്കാണോ മൗലവിമാരെ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ അള്ളാഹ്ക്ക് മാത്രം പ്രത്യേകതമായ ഒരു കാര്യം ഒരു സൃഷ്ടിക്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ അത് ശിർക്കാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ലോക മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു അബൂ ഖിർസാഫ് അദ്ദേഹത്തിന്റെ മകനെ വിളിച്ചപ്പോ മകൻ ആ ശബ്ദം കേട്ടു എന്ന് വിശ്വസിക്കുന്ന കോടാനുകോടി മുസ്ലിമീങ്ങൾ മുശ്രിക്കീങ്ങളാണോ? ആണോ? അള്ളാന്റെ പ്രത്യേകത വകവെച്ചു കൊടുത്തു, ഒരു സൃഷ്ടിക്ക് വകവെച്ചു കൊടുത്തു. ദൂരെ നിന്ന് കാണുക എന്നത് അത് ദൈവമാക്കല്ലേ നിങ്ങൾ വാദപ്രകാരം? ശിർക്കാണോ മൗലവിമാരെ? ഈ കിതാബ് എഴുതിയ മുസന്നിഫീങ്ങൾ കാഫിരീങ്ങളാകണം. ഇത് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ മുഴുവനും കാഫിരീങ്ങളാകണം. ഇനി പോട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നി അസ്മഉ മാ ലാ തസ്മഊൻ. നിങ്ങൾ കേൾക്കാത്തത് ഞാൻ കേൾക്കുന്നു. നിങ്ങൾ കേൾക്കാത്തത് ഞാൻ കേൾക്കുന്നു. അള്ളാന്റെ റസൂലിന് ദൈവത്വത്തിന്റെ അംശം വകവെച്ചു കൊടുക്കലാണോ ഈ വിശ്വാസം? നിങ്ങൾ കാണാത്തതും കേൾക്കാത്തതും, നിങ്ങൾ കേൾക്കാത്തത് ഞാൻ കേൾക്കുന്നു എന്ന് പറയുമ്പോ അതിന്റെ അഭൗതികമാണല്ലോ. അത് അഭൗതികമല്ലേ? നിങ്ങൾ കേൾക്കാത്തത് ഞാൻ കേൾക്കുന്നു എന്ന് പറയുമ്പോ അഭൗതിക കേൾവി അള്ളാന്റെ റസൂലിനുണ്ടായിരുന്നു എന്നൊരു മുസ്ലിം വിശ്വസിക്കുമ്പോ അള്ളാന്റെ പ്രത്യേകതയെ മുഹമ്മദ് നബിക്ക് വകവെച്ചു കൊടുക്കലാണോ മൗലവിമാരെ? ശിർക്കാണോ? അതുകൊണ്ട് തന്നെ ഈ തൗഹീദ് ശിർക്ക് എന്ന് പറഞ്ഞാൽ ദൂരേന്ന് കാണാനും കേൾക്കാനും അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ള വിശ്വാസം, അത് ശിർക്കാണ് എന്ന് പറയുന്നത് തനി മണ്ടത്തരമാണ്. അപ്പോ ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നീട് അതിലേക്ക് വരാം. ഞാൻ പറഞ്ഞു വന്നത്, മൗലവിമാർ ഇങ്ങനെ ശിർക്കിന് വിരുദ്ധമായ ആയത്തുകൾ കുനുകുനെ ഓതും. എന്താണ് ശിർക്ക് എന്ന് വിശദീകരിക്കൂല. മൗലവിമാർ തൊള്ള കൊണ്ട് ഇങ്ങനെ പറയലെന്നെ. അതിനെ കുറെ കുഞ്ഞാടുകൾ ഇങ്ങനെ എന്നിട്ട് ആട് വലിച്ചിരിക്കുക. ഒരു ആയത്ത്, ഒരു കിതാബിന്റെ ഒരു ഏതെങ്കിലും ഇബാറത്ത് മൗലവി ഓതിയോ? ഇല്ല. തൊള്ളന്നെ, മൗലവിന്റെ തൊള്ളന്നെ തെളിവ്, വേറെ ഒന്നുമില്ല. ഇരിക്കട്ടെ, ഞാൻ പിന്നീട് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത്, ഞാൻ ഹുസൈൻ സലഫിക്കെതിരെ പറഞ്ഞു. ഹുസൈൻ സലഫിക്കെതിരല്ല, ഈ ജിന്നൂരികളെ പറ്റി. ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന കൂട്ടരാണ്, ജിന്നു പൂജാരികളാണെന്ന് പറഞ്ഞപ്പോ ഈ മൗലവിക്ക് വല്ലാത്ത കൊണ്ടു. അത് ഭയങ്കര വേദന. സുന്നികളെ മുശ്രിക്കാക്കാൻ തുടങ്ങിയിട്ട് കാലെത്ര ഇവർ, അപ്പോഴൊന്നും ഇവർക്ക് ഈ വേദന ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇത് തിരിഞ്ഞു കുത്തുമ്പോഴാണ് ഈ വേദന അനുഭവിക്കുന്നത് അല്ലേ? മൗലവി വേദനവും സങ്കടവും പറയുന്നത് കേട്ടോളൂ.
ஈஸி தள்ளி நண்ட வாதது சமாளலாம் சொல்றது അതല്ല அல்ல அப்போ ഒന്ന് കുതന്ത്രങ്ങളും പയറ്റും കളവുകൾ പ്രചരിപ്പിക്കും. ഈ ഉള്ളാളിലുള്ള ഒരു സഖാഫി പ്രസംഗിക്കാണ്. ഇതാ ഈ മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കുന്ന വെസ്റ്റേൺ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകൾ അവർ ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ പോലും ശിർക്കല്ല എന്ന് പറയുന്നവരാണ്. നിങ്ങൾ ആ സഖാഫിന്റെ വേറൊന്ന് കേട്ടോളൂ. അവരോട് സഹായം തേടുന്നതിനെ പറ്റിയും അവരുടെ ദർഗയിലേക്ക് പോകുന്നതിനെ പറ്റിയാണ് മൗലവി ഇന്നാലെ പലതും സംസാരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ഈ കൂട്ടർ നമ്മൾ ഔലിയാക്കളോട് സഹായം തേടാമെന്ന് പറയുമ്പോ ഇവർ ജിന്നുകളോടും വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു. എന്നിട്ട് അതുകൊണ്ട് തന്നെ ഈ കൂട്ടരെ മറുവിഭാഗം കേന്ദ്ര വിഭാഗം പച്ച മുശ്രിക്കായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു. എന്താ പറഞ്ഞത്? ഹുസൈൻ സലഫിക്ക് മറുപടി പറഞ്ഞ, അഥവാ നമ്മൾ ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകൾ ജിന്നിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കല്ല എന്ന് പറയുന്നു. ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു. ഞാൻ ഈ ഉള്ള ആളിലെ മണ്ണിൽ വെച്ചുകൊണ്ട് വളരെ വിനയത്തോടുകൂടി സധൈര്യം ഈ പറയുന്ന മുസ്ലിയാരോട് ചോദിക്കുന്നു, എവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്? ഈ സധൈര്യം ആരെ മുന്നിലാ? കുഞ്ഞാടുകളെ മുന്നിലാ. കുഞ്ഞാടുകളെ മുന്നിലാണ് ഈ സധൈര്യം. അങ്ങോട്ട് പറ. ഒരു തെളിവിന്റെ കഷ്ണമെങ്കിലും നിങ്ങൾക്ക് ഹാജരാക്കാൻ സാധിക്കുമോ? കഷ്ണല്ല, ഇടി തന്നെ ഹാജരാക്കാം. നിങ്ങൾ പറയുന്ന ദീന് പടച്ചവന് വേണ്ടിയുള്ളതാണെങ്കിൽ, അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാനാണ് നിങ്ങൾ ഈ വാഴ്ന്നു പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് ഈ ഉള്ളാളിൽ വന്നുകൊണ്ട് തെളിയിക്കാൻ. കുതന്ത്രങ്ങളും അല്ല, ഞങ്ങള് സ്വർഗം കിട്ടാൻ ഞങ്ങൾ മുശ്രിക്കീങ്ങളല്ലേ? നമ്മളൊക്കെ മുശ്രിക്കീങ്ങളല്ലേ? കഴിഞ്ഞ എന്നാ കേൾപ്പിക്കാം. എവിടെയാണ് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത്? ജിന്നിനെ വിളിക്കാമെന്ന് പറഞ്ഞത്? ആദ്യം ഉള്ളാളത്തെ മൗലവിനെ തന്നെ ഞാൻ ഹാജരാക്കുന്നു. ഇതേ ജിന്നൂർ വിഭാഗത്തിൽപ്പെട്ട ഒരു മൗലവി. അല്ല അബു അബ്ദുള്ള ഭായ്, അപ്പൊ നിങ്ങക്ക് ഈസി ആയിട്ടല്ലേ? നിങ്ങക്കിപ്പ നാന് ആള് മുസ്ലിമാ കാഫിറാൻ ചൊല്ലാത്തത് കൊണ്ട് നിങ്ങക്ക് ഈസി ആയിട്ടല്ലേ നന്റെ വാദത് സമാളാൻ ചൊല്ലത്? നിങ്ങൾ സാബീതാക്കി തരും. ഞാൻ അതെന്തു ചൊല്ലില്ല. ഞങ്ങള് വാദം എന്തിരെ? നന്റെ വാദം എന്തിരെ? ഞാൻ ചൊന്നെ നന്റെ വാദം എന്തിരെ? ಪರಿಸರತ್ ഒരു ജിന്ന് ഉണ്ടു ചൊന്തു നാ ബിയാരിക്കര്. ನಾನು ಮುಸ್ಲಿಮ ಅಂತ ಚೊಂತುಲ್ಲ, ಕಾಫಿರ ಅಂತ ಚೊಂತುಲ್ಲ, ಮುನಾಫಿಕ ಅಂತ ಚೊಂತುಲ್ಲ, ಅದು ಎಂದೂ ಚೊಂತುಲ್ಲ. ನಾನು അങ്ങനത്തെ ഒരു ജിന്ന് ഉണ്ടു ಅಂತ ബിയാരിച്ചിട്ട് ജിന്നെ ಈತ ಬಲ ಒಂದು ಕೊಂಬ ಇಪರ ಕೊಂಬ ಚೊಂತು ನಾ ಚೊನ್ನೆ ಅಂತ ಬಿಯಾರಿಕೋರು. നന്റെ ആ തലബ് പ്രാർത്ഥന ചൊന്തു നിങ്ങ ചൊല്ലാറ്. അത്രമേ നക്ക് ബേന്മയെ അത് പ്രാർത്ഥനയായ എങ്ങനെ നമുക്ക് ആ വിശദീകരിച്ച് തന്നെ മയ്യോ. വേറെ എന്തിർത്തും നിങ്ങൾ പോകണ്ട. ഞാൻ എന്തിർത്തും അത് അപ്പുറം പോകണ്ടേ ഇല്ല. ആ ബിലി പ്രാർത്ഥനയായ എങ്ങനെ എന്ത് മാനദണ്ഡത്തെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അത് പ്രാർത്ഥന ചൊന്നാറുണ്ട് വിശദീകരിക്കൂ. ഞാൻ ഈ വെച്ച സ്റ്റെപ്പും പെറവലിക്കര തീന്തോടെ ഈത്തപ്പളത്തിന്റെ നമ്മുടെ അതീക്കട. അപ്പൊ ജിന്നിരൊട്ടിക്ക് കേക്ക് വിട്ട ഈത്തപ്പള. ജിന്നിരൊട്ടിക്ക് ഈത്തപ്പള കേട്ടെങ്കിൽ അത് പ്രാർത്ഥനയല്ല, ശിർക്കല്ലാണ്ടായിട്ടിക്കടി മൗലവി ചൊല്ലോ. നിങ്ങ പ്രാർത്ഥനയായിട്ട് എങ്ങനെ ചൊല്ലാറുണ്ട്? ആരൊട്ട് കേക്കടോ? ഞങ്ങളൊട്ടി കേട്ടതല്ല, നമ്മളോട് ചോദിച്ചതല്ല, കേന്നമാരോടാ ചോദിക്കുന്നത്, കേന്ന വിഭാഗക്കാരോടാ ചോദിക്കുന്നത്. ജിന്നെ ഈത്തപ്പഴം കൊണ്ടുവാ. ഇത് ചോദിക്കാനല്ലേ ഷാക്കിർ മൗലവി പറയുന്നത്? ഇത് പ്രാർത്ഥനയല്ലേ? എന്തുകൊണ്ട്? ഔലിയ മദനി തങ്ങളോട് സയ്യിദ് മദനി തങ്ങളെ ഈത്തപ്പഴം തരൂ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അല്ലേ? പ്രാർത്ഥന എന്നുള്ള വേർഡ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാ നിങ്ങൾ പറയുന്നത്. എന്നാൽ ഞങ്ങളും പറയുന്നില്ല. സാങ്കേതികാർത്ഥത്തിലുള്ള പ്രാർത്ഥന എന്ന് നമ്മളും പറയുന്നില്ല. ഔലിയാക്കളോടുള്ള ഇസ്തിഗാസയെ നമ്മൾ ഇസ്തിഗാസ നടത്തുന്നതിനെ പറ്റി നിങ്ങളാണ് വിളിച്ചു പ്രാർത്ഥിക്കുക എന്നിട്ടത്, ഞങ്ങളല്ല. ഞങ്ങൾ സഹായം തേടുന്നതിന് ഇസ്തിആനത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇസ്തിംദാദ് എന്ന് പറയുന്ന ഈ കാര്യം, അല്ലെങ്കിൽ ഇസ്തിശ്ഫ എന്ന് പറയുന്ന കാര്യത്തിന് വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് വരുത്തി തീർത്തത് നിങ്ങളാ, ഞങ്ങളാരും പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ജിന്നിനോട് ഈത്തപ്പഴം കൊണ്ടുവാ എന്ന് പറഞ്ഞാലും, ഈത്തപ്പഴം കൊണ്ടുവരെ പറഞ്ഞാൽ അതും വിളിച്ചു പ്രാർത്ഥിക്കലാണ്. ഇത് വിളിച്ച് പ്രാർത്ഥനയാണെങ്കിൽ അതും വിളിച്ച് പ്രാർത്ഥനയാണ്. ഇത് സഹായം തേട്ടാണെങ്കിൽ അതും സഹായം തേട്ടാണ്. തീർന്നല്ലോ. നിങ്ങള്
ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത് കൂട്ടരെ? അല്ല, നിങ്ങൾക്ക് ഞങ്ങൾക്കെതിരെ ഒരു ഗണ്ണന പ്രസംഗം നടത്താനും സുന്നികൾക്ക് വിരുദ്ധമായി പ്രസംഗിക്കാൻ മൗലികമായ വല്ല അവകാശം ജിന്നൂരികളെ, ജിന്നു പൂജാരികളെ നിങ്ങൾക്ക് അവകാശമുണ്ടോ? എന്താ അവകാശമുള്ളത്? നിങ്ങൾ യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നു. ഏത് കിതാബ് നോക്കിയിട്ടാ? നിങ്ങളെ ഷൗക്കാനി എന്ന് പറയുന്ന ഉപ്പാപ്പ പഠിപ്പിച്ച് നോക്കിയിട്ടാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? ഈ തുഹ്ഫത്തു ദാക്കിരി നോക്കിയിട്ടല്ലേ പറഞ്ഞത്? എന്താ തുഹ്ഫത്തു ദാക്കിരിയിൽ പറഞ്ഞത്? തുഹ്ഫത്തു ദാക്കിരിയിൽ പറഞ്ഞത് ജിന്നുകളോട് അതിന്റെ 202-ാമത്തെ പേജിൽ യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഹദീസിന്റെ വിശദീകരണത്തിൽ അതാ വഫിൽ ഹദീസി ദലീലുൻ അലാ ജവാസിൽ ഇസ്തിആനതി ബിമൻ ലാ യറാഹുൽ ഇൻസാനു മിൻ ഇബാദില്ലാഹി മിനൽ മലായികതി വസ്വാലിഹിൽ ജിന്നി. ഷൗക്കാനിന്റെ ഗ്രന്ഥ. ഈ ഷൗക്കാനി എഴുതിയത് നോക്കിയിട്ടാണ് ഈ ജിന്നു പൂജാരികൾ ജിന്നിനോട് സഹായം തേടാൻ അറിയുന്നത്, ജിന്നിനെ വിളിക്കാന്ന് പറയുന്നത്. അതാണ് ഇതിൽ തെളിവുണ്ട്, ഈ ഹദീസിൽ തെളിവുണ്ട്. മനുഷ്യന്മാർ കാണാത്ത മലായികത്തുകളോടും ജിന്നുകളോടും സഹായം തേടാം, അനുവദനീയമാണ് എന്ന് ഈ ഹദീസിൽ തെളിവുണ്ട് എന്ന് ഷൗക്കാനി പറഞ്ഞു. ഇത് നോക്കിയിട്ടല്ലേ കൂട്ടരെ നിങ്ങൾ ജിന്നിനെ വിളിക്കാന്ന് പറഞ്ഞത്? ഓക്കെ, എന്നാൽ ഈ ഹദീസിന് നമ്മുടെ ഇമാമികൾ വേറൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളെ മൗലവിയാണെങ്കിൽ ഇമാമിങ്ങൾ കൊടുത്ത വിശദീകരണമുണ്ട്. ഇമാം നവവിയുടെ അദ്കാർ, ആ അദ്കാറിന്റെ വ്യാഖ്യാനമാകുന്ന അൽ ഫുതൂഹാത്തുർ റബ്ബാനിയ, അതിന്റെ 5-ാം വാള്യം 101-ാമത്തെ പേജിൽ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ കൊടുത്തെന്താ? അൽ മുറാദു ബിഹിം അൽ മലായിക. യാ ഇബാദല്ലാഹ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മലക്കുകളാണ്. അവിൽ മുസ്ലിമൂന മിനൽ ജിന്നി ഔ റിജാലുൽ ഗൈബിൽ മുസമ്മൂന ബിൽ അബ്ദാൽ. അബ്ദാലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാന്മാരായ ഔലിയാക്കൾ. അപ്പോ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നു ഔലിയാക്കളെ വിളിക്കാം, ഔലിയാക്കളെ വിളിക്കാം. അൽ ഫുതൂഹാത്തുർ റബ്ബാനിയയിൽ രേഖപ്പെടുത്തുന്നു. പോരെ ഇമാം അബ്ദുർ റഊഫുൽ മുനാവിയുടെ ഫൈദുൽ ഖദീർ, അതിൽ കാണാം 399-ാം പേജ്, 1-ാം വാള്യം 394-ാമത്തെ പേജിൽ കാണാം. അതിൽ മനുഷ്യരും പെടും, ജിന്നുകൾ മാത്രമല്ല മഹാന്മാരായ ആളുകളൊക്കെ അതിൽ പെടും. ഇമാം മുനാബിയുടെ ഫൈദുൽ ഖദീർ, അതാ മിൻ ഖൽഖി ഇൻസിയൻ ഔ ജിന്നിയൻ ഔ മലകൻ, മനുഷ്യരും ജിന്നുകളും മലക്കുകളൊക്കെ ഉൾപ്പെടും. അപ്പോ നമ്മുടെ ഇമാമികൾ പറഞ്ഞു ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ ഔലിയാക്കളെ വിളിക്കാം. നിങ്ങളെ നേതാവ് ഷൗക്കാനി പറഞ്ഞു ജിന്നുകളെ വിളിക്കാം. നിങ്ങളെ നേതാവ് പറഞ്ഞതനുസരിച്ച് ജിന്നിനെ വിളിക്കുന്നു. നമ്മൾ മഹാന്മാരായ ഇമ്മത്ത് പഠിപ്പിച്ചതനുസരിച്ച് ഔലിയാക്കളെ വിളിക്കുന്നു. പിന്നെ എന്ത് അവകാശം നിങ്ങൾക്ക് ഞങ്ങളെ എതിർക്കാൻ? സുന്നികളെ വിരോധിക്കാൻ വല്ല മൗലികമായ അവകാശമുണ്ടോ ജിന്നൂരികളെ? നിങ്ങൾ എന്തിനാണ് കേരളത്തിന് ഇവിടെ വണ്ടി കയറിയിട്ട് ഇങ്ങോട്ട് വന്നത്? നിങ്ങൾക്ക് എന്ത് തൗഹീദാ ഉള്ളത്? ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന നിങ്ങൾ ഇനി അതും പോരെ? നിങ്ങൾ എഴുതിയത് പുസ്തകത്തിൽ ഏത് കേൾപ്പിക്കണോ? ഇതാ നിങ്ങൾ എഴുതിയതാണ്. ജിന്നിനെ വിളിക്കാമോ? ജബ്ബാർ മൗലവിന്റെ ലേഖനാണ്, മറന്നിട്ടില്ലല്ലോ നിങ്ങൾ. 2007 ഏപ്രിൽ മാസത്തിൽ എഴുതിയ ലേഖനം. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുന്നിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ? അതാണ് ഇസ്തിഗാസ. സഹായിക്കാമോ, ജിന്നെ സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ? ജിന്നിനോട് ചോദിക്ക, ലൈറ്റ് തരാമോ, ഇരുട്ടാണ്, ഞങ്ങൾക്കൊരു വെളിച്ചം തരുവോ എന്നിന് ജിന്നിനെ വിളിച്ചാൽ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല. ഉണ്ടോ? എവിടെ പറഞ്ഞാ ഇവിടെ വന്നിട്ട് വെല്ലുവിളിക്കുക, സധൈര്യം വെല്ലുവിളിക്കുക, സധൈര്യം വെല്ലുവിളി. വെല്ലുവിളിയല്ല, ബെല്ലടിയാണ്. ഏയ് ഇനിയും മതിയായില്ല നിങ്ങൾക്ക്? ഇനിയും തെളിവാണോ? ഇനിയുണ്ട്.
കേൾപ്പിക്കാം. ഇതാ, വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് ഒരാൾ ഒരു അപകടത്തിൽ കുടുങ്ങിയാൽ അവിടെ വെച്ചയാൾ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു കേഴുന്നു. അവിടെ തന്റെ ദൃഷ്ടിയിൽ പെടാത്ത ഏതെങ്കിലും മനുഷ്യൻ എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അയാൾ വന്ന് സഹായിക്കട്ടെ എന്നാണ് ലക്ഷ്യമാകുന്നത് എങ്കിൽ അതിൽ ഒരു അപാകതയുമില്ല. താൻ അങ്ങോട്ട് കാണുന്നില്ലെന്ന് മാത്രമാണ്. അഭൗതികമായ ഒരു കഴിവും ഇവിടെ പ്രതീക്ഷിച്ചിട്ടില്ല. പ്രാർത്ഥനയില്ല. മരണമടഞ്ഞുപോയ ഒരു മഹാനെ വിളിച്ചുകൊണ്ട് ആ സമയം തേടിയാലോ അത് ദുആയാകുന്നു. അത് ദുആയാണത്രേ. തെളിവൊന്നുമില്ല. ഖൗലുൽ മൗലവി, അത്രേ ഉള്ളൂ. മൗലവിന്റെ വാക്കാണ്, തെളിവൊന്നുമില്ല. ഇനി അതേ മനുഷ്യൻ അവിടെ വെച്ച് ആ മനുഷ്യൻ ചിന്തിക്കുന്നു, ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന എവിടെയെങ്കിലും ശബ്ദം കേൾക്കുന്ന പരിധിയിലെ ആരുമില്ല. ഞാൻ വിളിച്ചാൽ മനുഷ്യൻ ആരു തന്നെ വരികയില്ല. അതിനാൽ ഞാൻ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും ഇവിടെ എന്നെ ഇങ്ങോട്ട് കാണുന്ന മലക്കുകളോ ജിന്നുകളോ ഉണ്ടാവാം. അവർ സഹായിക്കുമെങ്കിൽ സഹായിക്കട്ടെ എന്ന ചിന്തയിൽ അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞാലോ അത് പ്രാർത്ഥനയാകുമോ? ഇല്ല കേട്ടോ. ജിന്നിനോട് വിളിച്ച് സഹായം തേടുക, വിളിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങൾ സഹായം തേടുന്നതിന് വിളിച്ചു പ്രാർത്ഥിക്കുക എന്നല്ലേ പറയാ? ഞങ്ങൾ സഹായം തേടിയാൽ വിളിച്ചു പ്രാർത്ഥന. ഇവള് വിളിച്ചു തേടിയാലോ അത് പ്രാർത്ഥനയല്ല, അത് ചക്കര, ഇത് കോപ്പര അല്ലേ? അപ്പോ എന്താണ് ജിന്നിനെ വിളിക്കുന്നത്? അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞാലോ അത് പ്രാർത്ഥനയാകുമോ? ഇല്ല. ഇവിടെ ഞാൻ കാണുന്നില്ലെങ്കിലും എന്നെ കാണുന്നുണ്ടാവാം, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവും. അത് ഭൗതികമായ രൂപത്തിൽ തന്നെ എന്നെ സഹായിക്കാൻ അവർക്ക് കഴിയും എന്ന വിശ്വാസത്തിലുള്ള വിളിയാണ്, പ്രാർത്ഥനയല്ല. കണ്ടോ, അയാള് വെല്ലുവിളിച്ചിട്ട് പോയതാ ഉള്ളാളത്ത്. എന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇനി മതിയാകുന്നില്ലെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം തരാം. മനസ്സിലായില്ലേ? അപ്പോ ആദ്യമായി പറഞ്ഞ വെല്ലുവിളിയാണ് ഇയാള്. ഞങ്ങൾ എവിടെയാണ് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത്? അതിന്റെ തെളിവ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചു, ഹാജരാക്കി. ഇനി അടുത്തത്, അയാള് ഇവിടെ പോസ്റ്ററിൽ വഹാബികൾ കൊടുത്ത മാറ്റർ ദർഗകൾ അഭയ കേന്ദ്രമാണോ, ദർഗകൾ അഭയ കേന്ദ്രങ്ങളാണോ എന്നതായിരുന്നു അവരുടെ വിഷയം. അപ്പൊ ദർഗയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം ഒരു മൗലവി, പുറത്തെ കണ്ണ് മാത്രമല്ല അകത്തെ കണ്ണും കൂടി നഷ്ടപ്പെട്ടു പോയ മൗലവിയാണ്. അപ്പോ ആ മൗലവി ദർഗനെ സംബന്ധിച്ച് പറയാ, ജൂത സൃഷ്ടികളാണ് ദർഗകൾ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ദർഗകള് ജൂതന്മാരുണ്ടാക്കിയതാണ് അത്രേ. അയാൾ പറയുന്നത് കേട്ടോളൂ. പള്ളികൾ കൊണ്ട് ലക്ഷ്യമാക്കപ്പെട്ടിട്ടുള്ള കാര്യം എന്താണോ അതിന്റെ നേർ വിപരീതമാണ് മശാഹിദുകൾ അഥവാ ദർഗകൾ, ജാറങ്ങൾ, മഖബറകൾ എന്നുള്ളത്. മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കപ്പെടുന്ന, സിദ്ധിക്കപ്പെടുന്ന കേന്ദ്രങ്ങളാണ് മഖബറകൾ, ജാറങ്ങൾ എന്നാണ് പഠിപ്പിക്കപ്പെടാറുള്ളത്. വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പരതിയാൽ മനുഷ്യനിർമ്മിത കേന്ദ്രങ്ങളിൽ അഭയം തേടി മനസ്സിന്റെ വിശുദ്ധിക്കും വിമലീകരണത്തിനും ആവശ്യമായ കാര്യങ്ങൾ കണ്ടെത്തുക, നേടുക എന്നത് പഠിപ്പിക്കപ്പെട്ടത് കാണുകയില്ല. അതുകൊണ്ട് തന്നെ ഹിജറ 3 തലമുറകൾക്ക് ശേഷം അഥവാ ഉത്തമ തലമുറ കഴിഞ്ഞ് ജൂത സൃഷ്ടിയായിട്ടുള്ള ഷിയാക്കളിൽ ഏറ്റവും കടുത്ത വിഭാഗം റാഫിദിയാക്കളാണ് മശാഹിദുകളുമായി, ദർഗകളുമായി ബന്ധപ്പെട്ട, അവരിഹത്തുമായി ബന്ധപ്പെട്ട കാര്യവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അവരുടെ ആശയങ്ങളെ, അവരുടെ ആദർശങ്ങളെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും ഊട്ടിയുറപ്പിക്കാനും പള്ളികളെക്കാൾ അവർക്ക് ആവശ്യമായി വന്നത് മശാഹിദുകൾ, ദർഗകളായിരുന്നു. അപ്പോ ദർഗകള് ജൂതന്മാരും അതുപോലെ ഷിയാക്കളും ഒക്കെ ഉണ്ടാക്കിയതാണ്. ഇസ്ലാമിന്റെ സംസ്കാരമല്ല ദർഗ എന്നാണ് ഈ മൗലവി പറയുന്നത്. എന്നാൽ
എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദർഗയുടെ മഹത്വം വിശദീകരിച്ചുകൊണ്ട് എത്ര ഇമാമികൾ കിതാബുകൾ എഴുതിയിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാം ഏതെങ്കിലും ഇപ്പൊ മുളച്ചു വന്ന മൗലവിമാരെ നോക്കിയിട്ടല്ല ഇസ്ലാം മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിന് 1400 കൊല്ലത്തിന്റെ പാരമ്പര്യമുണ്ട്. ലക്ഷക്കണക്കിൽ കോടിയാനുകോടി ഇമാമിങ്ങളും സ്വാലിഹീങ്ങളും ഔലിയാക്കളും വന്നു പോയിട്ടുണ്ട്. അവരൊക്കെ പരിശുദ്ധ ഇസ്ലാം പഠിച്ചവരും മനസ്സിലാക്കിയവരും ഗ്രന്ഥങ്ങൾ എഴുതിയവരുമാണ്. അവരെ നോക്കിയിട്ടാണ് ഇസ്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖോജാക്കന്മാരെ നോക്കിയിട്ട് തന്നെയാണ് ഇസ്ലാം മനസ്സിലാക്കേണ്ടത്. ഇമാമികളെ പറ്റി അവരൊക്കെ പരിഹസിക്കുന്നത് ഖോജ എന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് പരിഹസിക്കാറുള്ളത്. നിങ്ങൾ നോക്ക്, ഇവര് വലിയ ഗ്രന്ഥം, അടുത്ത കാലക്കാരനൊന്നും അല്ല ഈ ഗ്രന്ഥം ഉണ്ടാക്കിയത്. ഹിജ്റ 615 ഏകദേശം ഒരു 800 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു മഹാന്റെ ഗ്രന്ഥമാണ് ഇമാം മുവഫഖുദ്ദീൻ ഇബ്നു ഉസ്മാൻ എന്നവരുടെ ഗ്രന്ഥം. ഈ കിതാബിന്റെ പേര് തന്നെ മുർഷിദുസ് സുവാർ ഇലാ ഖുബൂരിൽ അബ്റാർ. എന്താണ്? മുർഷിദുസ് സുവാർ ഇലാ ഖുബൂരിൽ അബ്റാർ. മഹാന്മാരായ സ്വാലിഹീങ്ങൾ അല്ലെങ്കിൽ ഔലിയാക്കളുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യുന്നവർക്കുള്ള ഒരു വഴികാട്ടി. മുർഷിദുസ് സുവാർ, സിയാറത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഇർഷാദ് നൽകുന്ന ഗ്രന്ഥം. എവിടെ സിയാറത്ത് ചെയ്യുക? ഇലാ ഖുബൂരിൽ അബ്റാർ. മഹാന്മാരായ സ്വാലിഹീങ്ങൾ ഔലിയാക്കൾ അവരെ ദർഗകൾ, അവരെ ഖബറുകൾ, അവരെ മസാറുകൾ സിയാറത്ത് ചെയ്യുന്നവർക്കുള്ള വഴികാട്ടി എന്ന അർത്ഥത്തിൽ വലിയൊരു ബൃഹത്തായ ഗ്രന്ഥമാണ് ഇത്. എഴുതിയത് കേരളത്തിൽ ജീവിച്ച ഏതെങ്കിലും സമസ്തയുടെ പണ്ഡിതനല്ല, കേരളക്കാരനോ കർണാടകക്കാരനോ ആയ ഒരു പണ്ഡിതനല്ല. ഏകദേശം 800 കൊല്ലങ്ങൾക്ക് മുമ്പ് 615 വഫാത്തായി പോയ ഇമാം മുവഫഖുദ്ദീൻ എന്നവർ രചിച്ച ഗ്രന്ഥമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹം ജൂതനാണോ? ഇദ്ദേഹം ഷിയാക്കാരനാണോ? ജൂത സംസ്കാരമാണെന്ന് പറഞ്ഞ് തള്ളുകയാണ് മൗലവിമാർ. സുബ്ഹാനല്ലാഹ്, എത്ര മഹാന്മാരെ ചരിത്രങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനിയോ നിങ്ങൾക്ക് രണ്ടാമത്തൊരു ഗ്രന്ഥം കാണിക്കാം. ബഹുമാനപ്പെട്ട ഇമാം സഖാവി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം എന്താണ്? ഗ്രന്ഥത്തിന്റെ പേര് തന്നെ തുഹ്ഫത്തുൽ അഹ്ബാബ് വ ബുഗിയത്തുൽ തുല്ലാബ് ഫിൽ ഖിത്വത്തി വൽ മസാറാത്ത്. മഹാന്മാരായ ഔലിയാക്കളെ ദർഗകളെ സിയാറത്ത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഔലിയാക്കളെ ചരിത്രങ്ങളും ദർഗകളെ ചരിത്രങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു ബൃഹത്തായ ഗ്രന്ഥമാണ് ഇമാം സഖാവി റളിയല്ലാഹുവിന്റെ കിതാബാണ്. ഇമാം സഖാവി റഹ്മത്തുള്ളാഹി അലൈഹി ജൂതനാണോ അല്ല ഷിയാക്കാരനാണോ? ദർഗ സംസ്കാരം അത് ഇസ്ലാമിക സംസ്കാരമല്ലെങ്കിൽ ഇവർക്കൊന്നും ദീന് മനസ്സിലായില്ല, ഇവർക്ക് ഇസ്ലാം മനസ്സിലായില്ല, ഖുർആൻ മനസ്സിലായില്ല, കിതാബ് മനസ്സിലായില്ല എന്നാണോ? ഇവരൊക്കെ ഈ ഉമ്മത്തിനെ ചതിച്ചവരാണോ? ഇവരൊക്കെ മുശ്രിക്കീങ്ങളാണോ? ഇവർക്കൊക്കെ ഖബറിനെ ആരാധിച്ചവരാണോ? ഈ ഇമാമീങ്ങളെ തള്ളിയിട്ട് അവരെ നിഷേധിച്ചിട്ട് അവരെ കളിയാക്കി അവരെ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് എന്ത് ഇസ്ലാമാണോ നിങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത്? ആ ഇമാമീങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇവർ ഇസ്ലാം മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ 2 ഗ്രന്ഥമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിപ്പിച്ചത്. ഇനി 2 അല്ല, എന്റെ ഖുതുബ്ഖാനയിൽ ഇനിയും ഗ്രന്ഥങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ ഞാൻ കാണിക്കും. ഇനി നോക്കിക്കോ, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ദർഗകളെ സംബന്ധിച്ച് എന്താ പറയുന്നത്? ദർഗകളെ സംബന്ധിച്ച് എന്താ പറയുന്നത്? അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥമാണ്. അവരൊക്കെ പറഞ്ഞല്ലോ സുബുക്കിയാണ് ഇതൊക്കെ തുടങ്ങിയത്. ഇമാം സുബുക്കിനേക്കാൾ എത്രയോ മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ മഹാനാണ് ഇമാം ഗസാലി. ഹിജ്റ 505 വഫാത്ത്. ഹിജ്റ 505 വഫാത്ത്. ആ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അതാ അമ്മൽ മശാഹിദു, ഔലിയാക്കളെ ജാറങ്ങൾ,
ഫലാ തതസാവാ, ആ ജാറങ്ങളെല്ലാം ഒരുപോലെ അല്ല. എല്ലാ ഔലിയാക്കളെ ജാറങ്ങൾ ഒരുപോലെ അല്ല. ബൽ ബറകത്തു സിയാറതിഹാ അലാ ഖദ്രി ദറജാതിഹിം ഇൻദല്ലാഹി അസ്സ വജല്ല. ആ ഔലിയാക്കളെ ദർഗയിൽ അവിടെ കിട്ടുന്ന ബറക്കത്തുകൾ, ആ ദർഗയിൽ മറപ്പെട്ടെടുക്കുന്ന വലിയക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഏത് സ്ഥാനമാണുള്ളത് ആ സ്ഥാനത്തിന് ഒത്തുകൊണ്ടുള്ള ബറക്കത്ത് കിട്ടും. ഉന്നത പദവിയുള്ളവരിൽ നിന്ന് ഉന്നതമായ ബറക്കത്ത് കിട്ടും. എല്ലാ ഔലിയാക്കളും മഖ്ബറകൾ ഒരുപോലെ അല്ല. ആരാ പറയുന്നത്? ഇമാം ഗസാലി. ഇമാം ഗസാലി ജൂതനാ? ഇമാം ഗസാലി ജൂതനാണോ? ഇമാം ഗസാലി ഷിയാക്കാരനാണോ? ഔലിയാക്കളെ മഖ്ബറകൾ, അവരുടെ മസാറുകൾ, അവരുടെ ജാറങ്ങൾ എല്ലാം ഒരുപോലെ അല്ല. അള്ളാഹുവിന്റെ അടുക്കൽ വ്യത്യസ്തമായ സ്ഥാനങ്ങളുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. ഇനി നോക്ക്, ഞാനൊരു സംഭവം ഉദ്ധരിക്കുകയാണ്. ഇമാം ഈ ഗ്രന്ഥം ഏതാണെന്നറിയോ? ഈ ഗ്രന്ഥം ഇമാം ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സ്വന്തം ഗ്രന്ഥമാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം ഗ്രന്ഥം കിതാബുസ് സിഖാത്ത്. എപ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത് അറിയോ? വഫാത്താകുന്നത് 354-ൽ. 384, ഏകദേശം 1100 വർഷങ്ങൾക്ക് മുമ്പ്. 354-ൽ ഇമാം ഇബ്നു ഹിബ്ബാന്റെ കിതാബുസ് സിഖാത്ത്. ആ കിതാബുസ് സിഖാത്തിൽ അതിന്റെ 8-ാം വാള്യം 457-ാമത്തെ പേജ്, 457-ാമത്തെ പേജിൽ ഇമാം ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സംഭവം പറയുന്നു. ഏതോ ആളിൽ നിന്ന് ഉദ്ധരിക്കുന്ന സംഭവം അല്ല കേട്ടോ, അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവമാണ് പറയുന്നത്. സ്വന്തം അനുഭവം. അതാ ബഹുമാനപ്പെട്ട അലി ഇബ്നു മൂസ റളിയല്ലാഹു അൻഹുവിന്റെ ദർഗയെ സംബന്ധിച്ചാ പറയുന്നത്. എന്താ പറയുന്നറിയോ? ഇതാ വഖബ്റുഹു, മഹാനായ അലി ഇബ്നു മൂസ റിളാന്റെ ഖബർ ബിസനാബാദ്, സനാബാദ് എന്ന് പറയുന്ന പ്രദേശത്തിലാണ്. മഷ്ഹൂറുൻ യുസാറു, അത് പ്രസിദ്ധമായ ദർഗയാണ്. ജനങ്ങളൊക്കെ സിയാറത്തിന് വരുന്ന ദർഗയാണ്. ബിജംബി ഖബ്രി റഷീദ്, ഹാറൂനുർ റഷീദിന്റെ ഖബറിന്റെ സമീപത്തിലാണ്. എന്നിട്ട് മഹാനവർകൾ പറയുന്നു, ഹദീസിന്റെ ഗ്രന്ഥം രചിച്ച മഹാനാണ് ഇബ്നു ഹിബ്ബാൻ. ഹദീസിന്റെ കിതാബുണ്ട് സ്വന്തമായി. ഇമാം ഇബ്നു ഹിബ്ബാൻ ഹദീസിന്റെ ഗ്രന്ഥം രചിച്ച ഇബ്നു ഹിബ്ബാൻ തൗഹീദും ശിർക്കും മനസ്സിലായില്ലേ? ആ ഇബ്നു ഹിബ്ബാന്റെ കിതാബ. അദ്ദേഹം പറയുന്നു, ഖദ് സുർതുഹു മിറാറാ, ഖദ് സുർതുഹു മിറാറാ, അലി ഇബ്നു മൂസ റിളാന്റെ മഖ്ബറ ഞാൻ പലവട്ടം സിയാറത്ത് ചെയ്തിട്ടുണ്ട്, പലവട്ടം അവിടെ പോയിട്ടുണ്ട്. മിറാറൻ കസീറ, ധാരാളം പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. എന്നിട്ട് ഇനി പറയുന്നത് കേട്ടോളൂ. ഇവര് പറഞ്ഞല്ലോ, നിങ്ങളൊക്കെ ഔലിയാക്കളെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിനാ? നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, സങ്കടങ്ങൾ ദൂരീകരിക്കാൻ, അവർക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാനല്ല. നിങ്ങളെ സങ്കടം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് സുന്നികൾ പോകുന്നത് എന്നല്ലേ? എന്നാ അതേ കാര്യം 354-ൽ വഫാത്തായ ഇമാം ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിന്റെ കിതാബുസ് സിഖാത്തിൽ രേഖപ്പെടുത്തുന്നു. കേട്ടോ നിങ്ങള്, മഹാനവർകൾ പറയുന്നു, വമാ ഹല്ലത് ബി ശിദ്ദത്തുൻ, എനിക്ക് എന്തെങ്കിലും ആപൽഘട്ടങ്ങൾ ഉണ്ടായാൽ, വശമം വന്നാൽ, ഞാൻ എന്തെങ്കിലും ഒരു കഷ്ടത്തിൽ കുടുങ്ങിയാൽ, ഫീ വഖ്തി മഖാമി ബിത്തൂസ്, തൂസ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഞാൻ ജീവിക്കുമ്പോൾ, താമസിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കഷ്ടം നേരിട്ടാൽ, ഫസുറുതു ഖബ്റ അലി ഇബ്നു മൂസ റിളാ, അലി ഇബ്നു മൂസ റിളാന്റെ ഖബർ, അവിടുത്തെ ദർഗ ഞാൻ സിയാറത്ത് ചെയ്യും. എപ്പോ എനിക്ക് സങ്കടം വന്നാൽ, പ്രയാസം വരുമ്പോ, വിപൽഘട്ടങ്ങളിൽ ഞാൻ മഹാന്റെ ദർഗയിലേക്ക് പോകും. എന്നിട്ടോ വദഅഉതുല്ലാഹ ഇസാലതഹ അന്നി, അവിടെ വെച്ചുകൊണ്ട് ആ ദർഗയിൽ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യും.
നമ്മളൊക്കെ അങ്ങനെയാണല്ലോ. മദനി തങ്ങൾ ഉപ്പാപ്പന്റെ ദർഗയിൽ പോയി അള്ളാഹുവിനോട് ദുആരക്കും. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഒക്കെ അല്ലെങ്കിൽ അവിടെ ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ് എന്ന നിലയ്ക്ക് അവിടെ പോയി നമ്മൾ ദുആരക്കും. അവിടെ ദുആരന്നാൽ എന്റെ ദുആക്ക് ഉത്തരം കിട്ടുന്നു. സിയാറത്ത് ചെയ്താൽ എന്റെ എല്ലാ വിഷമങ്ങളും നീങ്ങിക്കിട്ടുന്നു. എന്നിട്ട് മഹാൻ പറയുന്നു, വഹാദാ ഈ കാര്യം ഷൈഉൻ ജറബ്തുഹു മിറാറാ, എന്റെ ജീവിതത്തിൽ പല തവണ എനിക്ക് അനുഭവത്തിൽ തെളിഞ്ഞ കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. ദർഗ ജൂത സൃഷ്ടിയാണല്ലേ, ജൂതന്മാരെ സൃഷ്ടിയാണെന്നല്ലേ പറഞ്ഞത്. 354 വഫാത്തായ ഇമാം ഇബ്നു ഹിബ്ബാന്റെ കിതാബു സിഖാത്ത് നിഷേധിക്കാൻ കഴിയോ ഈ കിതാബിലില്ലാന്ന്? ഏതെങ്കിലും ഒരു വ്യക്തിനെ തൊട്ട് പറയുന്നതല്ല, സ്വന്തം ഈ കിതാബിന്റെ മുസന്നിഫ് തന്നെ രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവം. ഇമാം അലി ഇബ്നു മൂസ റളിയല്ലാഹുവിന്റെ ദർഗയുടെ മഹത്വമാണ് ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്ക്, മഹാന്മാരെ ദർഗയിലൊക്കെ അവിടെ പോയി ദ്വാരക്കുന്നത് സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാ കിതാബുൽ മുവത്ത, ഇമാം മാലിക് തങ്ങളുടെ കിതാബാണ്. അത് നോക്കിയാൽ കാണാം, ബഹുമാനപ്പെട്ട സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തെ കാന ഇദാ അറാദ സഫറൻ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു യാത്ര ഉദ്ദേശിച്ചാൽ, ഉദാഹരണത്തിന് നമ്മൾ ഒരു ഗൾഫിലേക്ക് യാത്ര പോകുന്നു, അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്നു, അല്ലെങ്കിൽ ഉംറക്ക് പോകുന്നു, ഇങ്ങനെ വല്ല യാത്ര ഉദ്ദേശിക്കുമ്പോൾ ഔ ഖദിമ മിൻ സഫരിൻ, അല്ലെങ്കിൽ യാത്ര പോയി തിരിച്ചു മടങ്ങി വന്നാൽ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം എന്താണ്? ജാഅ ഖബറൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അരികിലേക്ക് വരും. കണ്ടോ, സുന്നികൾ ചെയ്യുന്ന പോലെ തന്നെ ഗൾഫിലേക്ക് പോകുമ്പോ മഹാന്മാരെ മക്ബറയിൽ പോകൂലേ, ഇതുപോലെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഒരു യാത്ര പോകാൻ ഉദ്ദേശിച്ചാലും യാത്രയിൽ നിന്ന് മടങ്ങി വന്നാലും റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് പോകും. എന്നിട്ടോ ഫസല്ല അലൈഹി, നബിന്റെ മേലെ സ്വലാത്ത് ചൊല്ലും, വദആ, അവിടെ വെച്ച് ദുആ നടത്തും. കണ്ടോ, റസൂലുള്ളാഹി തങ്ങളെ ഖബറിന്റെ അരികിൽ ദുആരക്കും. അതുപോലെ ഇങ്ങനെ മഹാന്മാരെ ദർഗയിൽ പോയി ദുആരക്കുന്ന ശൈലി സ്വഹാബത്ത് പഠിപ്പിച്ചതാ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇമാം മാലിക് തങ്ങളെ കിതാബുൽ മുവത്ത. ഇനി വേണോ തെളിവ്? ജൂത സംസ്കാരമാണെന്നല്ലേ പറഞ്ഞത്. ഇനി വേണോ? ബഹുമാനപ്പെട്ട ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ പറ്റി അതാ ഇമാം തബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അവിടുത്തെ അൽ മുഅ്ജമുൽ കബീർ എന്ന് പറയുന്ന ഗ്രന്ഥം, അതിൽ കാണാം, റഅയ്തു ഉസാമത ഇബ്നു സയ്യിദ് ഇൻദ ഹുജറത്തി ആയിഷ. അബ്ദുല്ലാഹി ഇബ്നു ഉത്ബ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഉസാമത്ത് ഇബ്നു സയ്യിദിനെ കണ്ടിട്ടുണ്ട് ഇൻദ ഹുജറത്തി ആയിഷ, ആയിഷ ബീവിന്റെ ഹുജറത്തിന്റെ അരികിൽ യദഉ, അവിടെ വെച്ച് ദ്വാരക്കും. ആയിഷ ബീവിന്റെ ഹുജറത്തിന്റെ അരികിൽ ദ്വാരക്കും. കണ്ടോ, ഇങ്ങനെയാണ് മഹാന്മാരൊക്കെ. മഹാന്മാരെ അടുത്ത് പോയി അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് അവിടെ വെച്ച് ദ്വാരക്കുക. ഇമാം തബറാനി മുഅ്ജമുൽ കബീർ എന്ന 405 നമ്പർ ഹദീസ്, അതുപോലെ അൽ ഹദീസുൽ മുഖ്താറ അതിന്റെ 1316 നമ്പർ ഹദീസ്. ഇനി കേട്ടോളൂ, ഇനി കേട്ടോളൂ. സുബ്ഹാനല്ലാഹ്. ഹിജ്റ 336 വഫാത്തായ, 336 ജനിച്ച് 430 വഫാത്തായ ബഹുമാനപ്പെട്ട അബൂ നുഐമുൽ അസ്ബഹാനി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, അവിടുത്തെ മഅരിഫത്തു സ്വഹാബ എന്ന ഗ്രന്ഥത്തിൽ അതാ രേഖപ്പെടുത്തുന്നു, حدثنا عبد الله بن محمد حدثنا أبو بكر بن أبي عاصم, അബൂ ബക്കർ ബിൻ അബി ആസിം റളിയല്ലാഹു അൻഹു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഖാല ഖദ് റഅയ്തു ജമാഅത്തൻ മിൻ അഹ്ലിൽ ഇൽമി, ആലിമീങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്.
എപ്പോഴാ ഇത് പറയുന്നത്? ഹിജ്റ 430 വഫാത്ത്. അപ്പൊ അതിനേക്കാൾ മുമ്പുള്ള മഹാന്മാരായ ഇമാമീങ്ങളെയാണ് അദ്ദേഹം പറയുന്നത്. ആലിമീങ്ങൾ എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിലെ ഇമാമീങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇദാ ഹമ്മ അഹദുഹും ബി അംറിൻ, സുബ്ഹാനല്ലാഹ്, ഒരു കാര്യം ഉദ്ദേശിച്ചാൽ, എന്തെങ്കിലും കാര്യം ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യുമറിയോ? ഖസദ ഇലാ ഖബ്രിഹി, മഹാനായ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു ജാറത്തിന്റെ അരികിലേക്ക് പോകും, ദർഗയിൽ പോവും. ആരുടെ ദർഗ? ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹിന്റെ ദർഗയിൽ പോവും. എന്നിട്ടോ ഫസല്ലമ അലൈഹി, മഹാനവറുകൾക്ക് സലാം പറയും. ഖബറിന്റെ അടുത്ത് പോയി ഫദഅ ബിഹദ്റതിഹി, അവിടെ വെച്ച് ദുആരക്കും. ഫയകാദു യഅരിഫുൽ ഇജാബ, അതിന് ഉത്തരം കിട്ടും. തൽഹത്ത് ഇബ്നു ഉബൈദില്ലാന്റെ മഖബറയിൽ. വഅഖ്ബറനാ മശായിഖുനാ ബിഹി ഖദീമാ, അദ്ദേഹം പറയാണ് നമ്മുടെ ഉസ്താദുമാർ പണ്ട് മുതൽക്ക് തന്നെ ഇത് പറയുന്ന കാര്യമാണ്. അന്നഹും റഔ മൻ കാന ഖബ്ലഹും യഫ്അലുഹു, നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മുൻഗാമികളും ഇതുപോലെ ചെയ്യാറുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, 430 ഇദ്ദേഹം വഫാത്താക്കുന്നത്. അയാൾ പറയുന്നത് ഞങ്ങളെ ഉസ്താദുമാര് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മുൻഗാമികളും തൽഹത്ത് ഇബ്നു ഉബൈദില്ലാന്റെ മഖ്ബറയിൽ പോയി അവരെന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവിടെ പോയി ദുആരക്കും. മഖ്ബറകൾ ജൂത സംസ്കാരമല്ലേ, ജൂതന്മാരെ സൃഷ്ടിയല്ലേ? ഇനി കേട്ടോ, ഹിജ്റ 287 വഫാത്ത്, ഉത്തമ 3 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാൻ, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ ഉത്തമ 3 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ് ഈ നേരത്തെ പറഞ്ഞ അബൂബക്കർ ഇബ്നു അബി ആസിം. അദ്ദേഹത്തിന്റെ അൽ അഹാദ് വൽ മസാനി 163 പേജിലും ഇക്കാര്യം അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. ഹിജ്റ 287 അദ്ദേഹം മരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഉത്തമ 3 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാർ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാന്റെ ദർഗയിൽ പോയി ആവശ്യം പൂർത്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഞാൻ വായിച്ചാൽ ഇവിടെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ സ്വബഹി വരെ വായിക്കും. തെളിവുകൾ 1-2 അല്ല, 1-2 അല്ല. ഈ കിതാബുകളൊക്കെ വായിക്കാൻ സമയം എത്ര വേണം കൂട്ടരെ? എത്ര സംഭവങ്ങളാ ദർഗൊക്കെ ഇങ്ങനെ തൊള്ളയിൽ വന്ന് പറഞ്ഞു പോകാൻ എത്ര എളുപ്പം. ഞാനിപ്പോ എന്റെ സ്വന്തം വക വല്ലതും പറഞ്ഞോ? കിതാബ് നോക്കി പേജ് നമ്പർ അടക്കം തെളിവടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. മൗലവിമാരോ ഒറ്റ ഒന്നിനും ഒരു തെളിവില്ല. തൊള്ള ബടായി അല്ലാതെ വല്ല രേഖ ഉന്നയിച്ചിട്ടുണ്ടോ മൗലവിമാർ? ഇല്ല. സ്വന്തം വക ദീനിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു. എങ്ങനെയെങ്കിലും ഈ മുസ്ലിമീങ്ങളെ കാഫറാക്കണം, ഈ സുന്നികളെ കാഫറാക്കണം. അതാണ് അങ്ങനെ തെളിവ് നേടുന്നെടുക്കുക. വഹാബികളെ പണി എങ്ങനെയാണ്? നമ്മളൊക്കെ ആളുകളെ നന്നാക്കാനാ നോക്കുക. വഹാബികൾ പണിയെടുക്കുന്നതിനാ സുന്നികളെ കാഫറാക്കാൻ വേണ്ടിയിട്ടാ. പിന്നെയോ റസൂലുള്ളാഹി തങ്ങൾക്ക് എന്തെങ്കിലും ഐബുണ്ടോ, നബിക്ക് വല്ല കുറവുണ്ടോ, വല്ല ന്യൂനത ഉണ്ടോ, വല്ല നെഗറ്റീവ് കിട്ടുന്നുണ്ടോ റസൂലുള്ളാഹ്ക്ക്, ഇത് തേടി നടക്കല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടരെ ഏതെങ്കിലും ഒരു വഹാബി മൗലവി മദ്ഹുർ റസൂൽ പ്രഭാഷണം നടത്തിയ ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടനോ? ഒരു മൗലവി റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞ് പ്രസംഗിക്കുന്ന ഒരു മദ്ഹുർ റസൂലിന്റെ പ്രഭാഷണം ഒരു മൗലവി പ്രസംഗിച്ച് നിങ്ങൾ കേട്ടനോ? ഇല്ല. റസൂലുള്ളാഹിന്റെ മഹത്വം പറയൂല. നബിന്റെ കുറവ് ഇങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഹദീസിന്റെ കിതാബിൽ എവിടെയെങ്കിലും നബിന്റെ ന്യൂനത കിട്ടുന്നുണ്ടോ, കുറവ് പറയാൻ കിട്ടുന്നുണ്ടോ? അത് കേട്ടിട്ടില്ല, ഇത് കേട്ടിട്ടില്ല, അത് അറിഞ്ഞിട്ടില്ല, ഇത് അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ റസൂലുള്ളാഹിനെ പറ്റി നെഗറ്റീവും ന്യൂനതയും പറയാൻ വല്ല തെളിവ് കിട്ടുന്നുണ്ടോ എന്ന് കിതാബ് പരിധി ഇങ്ങനെ തേടി നടക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ ലക്ഷണം കെട്ട വിഭാഗമുണ്ടെങ്കിൽ അത് വഹാബികൾ മാത്രമാണ്. അള്ളാഹു അവരെ ശർറിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി ഇത് വരക്കണം. അത് ക്യാൻസർ അല്ല. ക്യാൻസർ ബാധിച്ചാൽ ശരീരത്തിന് മാത്രമേ അപകടം പറ്റുള്ളൂ. നാളെ ആഖിറത്തിൽ ഒരു ബുദ്ധിമുട്ടും വരൂല. വഹാബിസം ഏറ്റവും വലിയ ഈമാനിനെ ബാധിക്കുന്ന ക്യാൻസറാണ്. ഈമാനിനെ ബാധിക്കുന്ന ക്യാൻസറാണ്. അള്ളാഹു ആ രോഗത്തിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാക്കട്ടെ.
റസൂലുള്ളാഹിനെ തരം താഴ്ത്തുക, ഔലിയാക്കളെ പരിഹസിക്കുക, ഔലിയാക്കളെ കളിയാക്കുക, ഇതല്ലാതെ ആലിമീങ്ങളെ തെറി വിളിക്കലും ഔലിയാക്കളെ കളിയാക്കലും റസൂലുള്ളാഹിന്റെ നെഗറ്റീവ് പറയലും ഇതല്ലാതെ വല്ലതും വഹാബികൾക്കുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇങ്ങനെ എണ്ണിപ്പോയാൽ ഞാൻ പറഞ്ഞല്ലോ, ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ ഇനിയും നമുക്ക് സംസാരിക്കണം. 100 കണക്കിൽ തെളിവുണ്ട്. ഞാനിപ്പോ ഇത് 2 വായിച്ചപ്പോ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്, ഇത്രയേ ഉള്ളൂ തെളിവെന്നല്ല. ഇതാ അതിന്റെ തെളിവുകളാണ് ഈ അട്ടികളൊക്കെ. ഈ ദർഗന്റെ മഹത്വങ്ങൾ വിശദീകരിക്കുന്ന തെളിവുകളാണ്. ഒന്ന് മാത്രം വായിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ തങ്ങളെ ദർഗ ഇന്നുണ്ടല്ലോ, ഇന്നും മദീനത്തുണ്ടല്ലോ റസൂലുള്ളാഹിന്റെ ദർഗ. ആ ദർഗ അതിനെ സിയാറത്ത് ചെയ്യുന്നത് അത് ജൂത സംസ്കാരമാണെങ്കിൽ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുവോ? അവരെ കിതാബിൽ ഈ ജിന്നൂതികൾ കേനിൽ നിന്ന് പുറത്തു വന്നത് എങ്ങനെയാ? ജിന്നിനോട് സഹായം തേടുന്ന വിഷയത്തിൽ അഹ്മദ് ബിൻ ഹംബൽ പോലെയുള്ള ഇമാമിയങ്ങളെ കാഫറാക്കാനും അവരെ മേലെ ശിർക്ക് ആരോപിക്കാനും ഞങ്ങളെ കിട്ടൂല, ഇമാമിയങ്ങളെ മേലെ ശിർക്ക് ആരോപിക്കാൻ ഞങ്ങളെ കിട്ടൂല എന്ന് പറഞ്ഞിട്ടാണ് പുറത്തു വന്നത് ഈ കൂട്ടർ. ഇമാമിയങ്ങളെ മേലെ ശിർക്ക് ആരോപിക്കാൻ ജിന്നൂരികളാകുന്ന ഞങ്ങളെ കിട്ടൂല എന്ന് പറഞ്ഞിട്ട് പുറത്തു വന്ന കൂട്ടരെ, ഞാൻ ചോദിക്കട്ടെ, ഇമാം നവവിനെ കാഫറാക്കോ? ഇമാം നവവി തങ്ങളെ കാഫിറാക്കോ? ഇതാ ഇമാം നവവി തങ്ങൾ റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്തിനെ പറ്റി എന്താ പറഞ്ഞത്? വഅലം അന്ന സിയാറത ഖബരി റസൂലില്ലാഹി മിൻ അഹമ്മിൽ ഖുർബാതി വഅൻജഹിൽ മസാഇ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ, ആ ദർഗ സിയാറത്ത് ചെയ്യുന്നത് മിൻ അഹമ്മിൽ ഖുർബാത്, ഏറ്റവും അഹമ്മായ മുഖ്യമായ ഒരു പുണ്യകർമ്മമാണ്. വഅൻജഹിൽ മസാഇ, ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വിജയകരമായ പ്രവർത്തനം റസൂലുള്ളാഹിന്റെ ദർഗ സിയാറത്താണ്. ആരാ രേഖപ്പെടുത്തുന്നത്? ഇമാം നവവി. ഇമാം നവവി മാത്രമല്ല, ലോകത്ത് ധാരാളം ഇമാമിങ്ങൾ ഹിജ്റ 500-ന് മുമ്പ് ജീവിച്ച മഹാന്മാർ രേഖപ്പെടുത്തിയ തെളിവുകൾ എത്ര വേണം? 1-2? സുബ്ഹാനല്ലാഹ്. അപ്പോ ഇതാണ് ഇത്രമാത്രം മഹാന്മാരായ ഇമാമിങ്ങൾ അംഗീകരിച്ച കാര്യം, ഇമാമിങ്ങൾ ചെയ്ത കാര്യം, സ്വാലിഹീങ്ങൾ ചെയ്ത കാര്യം. അതിനെയാണ് ഈ ഉള്ളാളത്ത് വന്ന മൗലവിമാർ പറയുന്നത് ജൂത സംസ്കാരമാണ്, ജൂതന്മാർ ക്രിയേറ്റ് ചെയ്തതാണ്, ഷിയാക്കൾ റാഫിളികൾ ഉണ്ടാക്കിയതാണ് എന്ന്. തെളിവൊന്നുമില്ല. വഹാബിന്റെ തൊള്ളന്നെ, വേറെ തെളിവൊന്നുമില്ല. ഇനി നോക്ക്, ഇനി അദ്ദേഹം പിന്നെ സംസാരിച്ചത് ദർഗ ഉയർത്തിക്കെട്ടതിനെ സംബന്ധിച്ചാണ്. ഒരു നാടക, യഥാർത്ഥത്തിൽ ഒരു ഡ്രാമയാണ് ഇന്നലെ കളിച്ചത്. നിങ്ങൾ നോക്ക്, ഞങ്ങൾ മുഖാമുഖം നടത്തിയാൽ എന്താ ചെയ്യുക? ആദ്യം വഹാബികൾക്ക് നമ്മൾ കൊടുക്കും. സുന്നികളോട് നമ്മൾ പറയും, നിങ്ങളൊക്കെ ഇപ്പൊ ചോദിക്കണ്ട, വഹാബി സുഹൃത്തുക്കൾക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് മൈക്ക് ആദ്യം ആയിരിക്കാ കൊടുക്കുക? വഹാബിക്ക് കൊടുക്കും. ഇവരങ്ങനല്ല, ഫസ്റ്റ് തന്നെ ഒരു 4-5 വഹാബികളെ, 4-5 അന്തംഗമ്മി വഹാബികളെ കൊണ്ടുവന്നിട്ട് സെറ്റാക്കി. എന്നിട്ട് സെറ്റാക്കി ചോദിക്കേണ്ട ചോദ്യം ഏതാണെന്ന് ആദ്യം പറഞ്ഞു കൊടുത്തു. അതിന് വേണ്ടി സാധനം മാറ്റർ എഴുതി കൊണ്ടുവന്നു. 4 ക്ലിപ്പും അതിന് റെഡിയാക്കി ഡ്രാമ കളിച്ചു. ഇവിടെ നിങ്ങൾ നോക്കിയിട്ടില്ലേ? ഒരു മൗലവി ചോദിക്കുക നേർച്ചനെ പറ്റി, അപ്പന്നെ ഒരു മൗലവി എണീച്ച് ആടിയോണ്ട് നേർച്ച എന്ന് പറഞ്ഞാൽ സുന്നികൾ നടത്തുന്ന ചേർച്ച എന്താണെന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിപ്പ് ഇങ്ങനെ കാണിക്കുക. ഈ മാതിരി ഡ്രാമയാണ് വഹാബി മൗലവി കൊടുത്തു. സുന്നികൾ കൊടുത്തപ്പോഴാ ലാസ്റ്റ്. എന്നിട്ട് മൈക്ക് പിടിച്ചുപറ്റുക. മൈക്ക് ഈ ചോദ്യകർത്താവിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു മൗലവി ഇങ്ങനെ റഖീബ് അതീദിന്റെ മാതിരി അടുത്ത് നിന്നിട്ടുണ്ട്, സവാനിയത്തായ മലക്കിന്റെ പോലെ. എന്നിട്ട് മൈക്കനെ ഇങ്ങനെ പിടിച്ചു പറ്റുക. കാരണം എന്തേ? ചോദ്യം മാത്രം ചോദിക്കൂ. എന്റെ പ്രിയപ്പെട്ട കൂട്ടരെ, പച്ച തനി വിവരക്കേടും കള്ളത്തരങ്ങളും സുന്നികളുടെ മേലെ ആരോപിച്ച് അതിന് തെളിയിക്കാൻ സമയം കൊടുക്കാതെ കേവലം ചോദ്യം ചോദിക്കും. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഇതിനേക്കാൾ മുഖാമുഖം നടത്തുന്നതിനേക്കാൾ നിങ്ങൾ ഒല്ലു വയസ്സിൽ എവിടെ പോയിട്ട് കടന്നുറങ്ങും. ഈ മുഖാമുഖ നാടകം നടത്തുന്നതിനേക്കാൾ നിങ്ങൾ എവിടെയെങ്കിലും ഒല്ലി പോയിച്ച് കടക്ക്. നാണുണ്ടോ നിങ്ങൾക്ക്? കളവ് പറയാ,
കളവിന് തെളിയിക്കാനുള്ള സമയവും അവസരം കൊടുക്കാതെ ചോദ്യം ചോദിക്ക്. എന്നിട്ട് പറയാ പോലീസ് വരാനായി. നമ്മൾ പണ്ട് കുട്ടികളോട് പറയാറുണ്ടായിരുന്നു ജോയി വരൂ എന്ന് പറഞ്ഞ മാതിരി പോലീസ് വരുന്നു ഒരിക്കൽ നിർത്ത്. നാണക്കേടില്ലടോ നിങ്ങൾക്ക്. മൈക്ക പിടിച്ചു പറ്റ ചോദിക്കുമ്പോ ഞാൻ കാണിച്ചു തരാം അങ്ങ് മൈക്ക പറ്റുന്നത്. മുഖാമുഖമാണല്ലോ. എന്ത് മുഖാമുഖടോ നിങ്ങളത്? ദർഗനെ പറ്റി, ദർഗ ഉയർത്തിക്കെട്ടതിനെ പറ്റി ഈ മൗലവി പറഞ്ഞു കേട്ടോളൂ. ഈ അകത്തെ കണ്ണും കൂടി പൊട്ടിപ്പോയ മൗലവി. ഖബറുമായി ബന്ധപ്പെട്ടാണ്. ഖബർ ഒറിജിനലിനേക്കാൾ ഉയരത്തിൽ കെട്ടാൻ പാടില്ല എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിലും ഇമാമികളെ കിതാബുകളിലും കാണാൻ പറയാറുണ്ട്. അത് അങ്ങനെ ഉണ്ടോന്നല്ലേ ഇത് ഉസ്താദുമാർ പറയാറുണ്ട്. പക്ഷേ കൂടെ നമ്മളെ ഷാഫി മദാബിന്റെ ഉസ്താദുമാർ എന്ന് പറഞ്ഞവർ അവരുടെ കിതാബിൽ പോലും അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അത് മഹാന്മാരുടെ ഖബറിന് അത് ബാധകമല്ല, അത് സാധാരണക്കാരുടെ ഖബറിനാണ് അത് പറയപ്പെടുന്നത്. മഹാന്മാരുടെ ഖബർ കെട്ടിപ്പൊക്കലാണ് നല്ലത് ഖൈർ എന്ന് പറയുന്നത്. ഇതിന്റെ യാഥാർത്ഥ്യം എന്ത്, നിജസ്ഥിതി എന്ത് അറിയാനാണ് ഉദ്ദേശിക്കുന്നത്. ചോദ്യാണ് അതിന്റെ മറുപടി. നിബിധങ്ങൾ പഠിപ്പിച്ച ഖബർ ഒരു ചാണോളം ഉയർത്താനാണ്. നബിയുടെ ഖബർ അങ്ങനെയാണ്. നഹ്വൻ മിൻ ശിബ്ർ, ഒരു ചാണോളമാണ് നബിയുടെ ഖബർ ഉയർത്തിയത്. നഹ്വൻ മിൻ അർബഇ അസ്വാബിഅ, 4 വിരലോളം എന്ന് ഹദീസിൽ 4 വിരൽ ഇങ്ങനെ വെച്ചാൽ ഹൈറ്റ്, അതാണ് ഒരു ചാണോളം എന്ന് മറ്റു ഹദീസിൽ പറഞ്ഞത്. ഇതാണ് നബിയുടെ ഖബർ, ഇതാണ് അബൂബക്കർ സിദ്ദീഖിന്റെ ഖബർ, ഇതാണ് ഉമർ ഖത്താബിന്റെ ഖബർ, ഇതാണ് സ്വഹാബത്തിന്റെ ഖബർ. ഒരു സ്വഹാബിയുടെ ഖബറും മറ്റൊരു സ്വഹാബി അല്ലെങ്കിൽ താബിഈ കെട്ടി ഉയർത്തിയിട്ടില്ല, ജാറമാക്കി മാറ്റിയിട്ടില്ല. അപ്പോ ഒരു ചാണ് അത് മാത്രമാണ് ഉയർത്താനുള്ളൂ, അതിനേക്കാൾ കൂടുതൽ ഉയർത്തരുത്. അതിൽ മഹാന്മാരുടെ ഖബറ് അല്ലാത്തവരുടെ ഖബറ് എന്ന് വ്യത്യാസമില്ല. മഹാന്മാരുടെ ഖബറും അല്ലാത്തവരുടെ ഖബറും വ്യത്യാസമില്ല എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യവുമായി ബന്ധപ്പെടുത്തി നമ്മെ പഠിപ്പിച്ച ഹദീസ് പല രൂപത്തിലും കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹാ റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു, തടഞ്ഞിരിക്കുന്നു, അയ്യുജസ്സൽ ഖബർ, ഖബറുകൾ കുമ്മായമടിക്കുക, അത് വെള്ളപൂശി വെളുപ്പിച്ച് കൊണ്ട് നടക്കുക, വയ്യുഖഅദ അലൈഹി, ആ ഖബറിന്റെ മേൽ ഇരിക്കുക, വയ്യുബിനാ അലൈഹി, അതിന്റെ മേൽ എടുപ്പുണ്ടാക്കുക, ചാരം നിർമ്മിക്കുക, ഒന്നുകിൽ ഖബറിനെ ഉള്ളിലാക്കി അതിന്റെ പുറത്ത് നിർമ്മിക്കുക, അല്ലെങ്കിൽ ആയിട്ടില്ല. ഈ ഹി എന്നതിന്റെ ലമീർ എവിടത്തേക്കാണ്? നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ യുഖഅദ അലൈഹി. ഈ അലൈഹിന്റെ ലമീർ എവിടത്തേക്കാ മടങ്ങുന്ന മൗലവി? ഖബറിലേക്ക്. ഖബറിന്റെ മീത്തെ ഇരിക്കുന്നതിനെ വിരോധിച്ചു. വഅൻ യുബ്ന അലൈഹി, ഖബറിന്റെ മേലിൽ ഈ ഹി എന്നുള്ള അമീർ എവിടത്തേക്കാ? രണ്ടാമത് എവിടത്തേക്കാ മൗലവി? അയാള് ഇടയിൽ തട്ടി വിടുന്ന കേട്ടോളൂ. ഖബറിനെ അകത്താക്കിയിട്ട് പുറത്ത് ബിൽഡിംഗ് എടുക്കുക എന്നാണ് അയാൾ അർത്ഥം വെക്കുന്നത്. ഖബറിന്റെ മേലിൽ കെട്ടിടം എടുക്കുന്നത് വിരോധിച്ചു. ഖബർ ഉള്ളിലാക്കി അതിന്റെ പുറത്ത് കെട്ടിടം ഉണ്ടാക്കാൻ പാടില്ല എന്ന് എവിടെയാണ് മൗലവി ആ ഹദീസിലുള്ളത്? ഹി എന്നുള്ള അമീർ എവിടത്തേക്കാ മടങ്ങുന്നത്? അള്ളാന്റെ റസൂല് വിരോധിച്ചു ഖബറിന് കുമ്മായമിടുന്നതിനെ വിരോധിച്ചു. എന്തേ കുമ്മായത്തിന് പ്രത്യേക പറയാൻ കാരണം? അത് ഇമാമിങ്ങൾ വിശദീകരിച്ചത് കാണാം. കുമ്മായം തീനാലുണ്ടാക്കപ്പെട്ട വസ്തുവാണ്, തീ കൊടുത്തുണ്ടാക്കുന്ന സാധനമാണ്, കത്തിച്ച്. അത് ഖബറിലേക്ക് തീനെ സ്പർശിപ്പിക്കുക എന്നത് ഒരു അപശകുനമാണ്, തീയാണല്ലോ. അതുകൊണ്ട് ഖബറിലേക്ക് കുമ്മായമിടുന്നതിന് റസൂലുള്ള വിരോധിച്ചു. കാരണം അത് തീയാൽ ഉണ്ടാക്കപ്പെടുന്ന സാധനമായതുകൊണ്ട് ഖബറിലേക്ക് അതിനെ ചെയ്യുന്നത് നല്ലൊരു സ്വഭാവമല്ല. എവിടെ ഉണ്ട്? കിതാബിൽ കാണിച്ചു തരാം, ഇരിക്കട്ടെ. ആ ഖബറിന്റെ മേലെ ഇരിക്കലിനെയും വിരോധിച്ചു. ഖബറിന്റെ മീത്തെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ മൗലവി? ഇവിടെ ഖബറുണ്ടെങ്കിൽ അവിടെ ഇരിക്കാൻ പാടില്ല എന്നാണോ? അല്ല, ഖബറിന്റെ മേലെ ഇരിക്കാൻ പാടില്ല എന്നാണോ? ഒരു ഖബറുണ്ട്, ആ ഖബറിന്റെ പരിസരത്ത് ഇരിക്കാൻ പാടില്ല എന്നാണോ ഹദീസിന്റെ അർത്ഥം? അല്ല, ഖബറിന് മേലെ ഇരിക്കാൻ പാടില്ല എന്നാണോ അർത്ഥം? എന്താണ് അർത്ഥം? ഒരു ഖബറുണ്ടെന്ന് വെച്ചോളി, ഇത്ര സ്ഥലത്തൊരു ഖബറുണ്ട്.
ആ ഖബറിന്റെ അപ്പുറത്ത് ഇരിക്കാൻ പാടില്ല ഇപ്പുറത്ത് ഇരിക്കാൻ പാടില്ല എന്ന ഹദീസിന് അർത്ഥമുണ്ടോ? ഇല്ല. അപ്പുറത്ത് ഇരിക്കുക, ഇപ്പുറത്ത് ഇരിക്കുക, അവിടെ ചവിട്ട, ഇവിടെ ചവിട്ട. ഖബറിന്റെ മീത്തെ ഇരിക്കാൻ പാടില്ല, ഖബറിന്റെ മേലെ ചവിട്ടാനും പാടില്ല. രണ്ട് ലമീറും, ഈ ലമീർ എവിടത്തേക്കാ മടങ്ങിയത്? ഖബറിലേക്ക്. നേരത്തെ എങ്ങനെയാണോ ലമീർ മടങ്ങിയത്, ആ ഖബറിന്റെ മേലിൽ ബിൽഡിംഗ് കെട്ടാൻ പാടില്ല. ഖബറിനെ അടിയിലാക്കി ആ ഖബറിൽ തന്നെ ഫില്ലർ ഇടുക, ഖബറിനെ ബിൽഡിങ്ങിന്റെ അടിയിലാക്കി അതിന്റെ മീത്ത് തന്നെ കെട്ടിടം എടുക്കുക, ഖബറിനെ അടിയിലാക്കിയിട്ട്, അത് പാടില്ല. അല്ലാതെ ഖബർ മധ്യത്തിലായി അതിന്റെ ചുറ്റുഭാഗത്ത് ബിൽഡിംഗ് എടുക്കാൻ പാടില്ല. ഈ ഹദീസിൽ എവിടെ ഉണ്ട്? അത് കാണിച്ച. ഈ ഹദീസിൽ എവിടെ ഉണ്ട്? ഞാൻ ചോദിക്കട്ടെ മൗലവിമാരോട്, ഈ മൗലവിമാരോട് ഞാൻ ചോദിക്കുന്നു, ഖബർ ഉയർത്തിക്കെട്ടുന്നതും ഖബർ രണ്ട് കാര്യമുണ്ടല്ലോ. ഒന്ന് ഖബർ ഉയർത്തിക്കെട്ടുക, ഒരു ചാണ് മാത്രമേ ഉയർത്താൻ പാടുള്ളൂ എന്ന് മൗലവി പറയുന്നു. ഒരു ചാണ് മാത്രമേ ഉയർത്താൻ പാടുള്ളൂ എങ്കിൽ ഒരു ചാണിനേക്കാൾ അധികം ഉയർത്തുന്നതിന്റെ കർമ്മശാസ്ത്ര നിയമം എന്താണ്? ഹറാമെന്നാണോ ശിർക്കെന്നാണോ? എന്താണ് നിയമം? ശിർക്കാണെങ്കിൽ എന്താകണത്? ഹറാമാവണ്ടേ അല്ലേ? ഇവര് പറയുന്നതോ ഖബറിനെ ഒരു ചാണിനേക്കാൾ അധികം ഉയർത്തുന്നത് ഖബർ ആരാധനയാണ്, ഖബർ പൂജയാണ്. ഖബർ ആരാധനയാണെങ്കിൽ അതെന്താകണം? ശിർക്കാകണം അല്ലേ? ശിർക്കായാലോ ഹറാമാകണം. എന്ന ഇമാമിങ്ങൾ എന്താ ഇതിനെ പറ്റി പറഞ്ഞത്? സാധാരണക്കാരാണ് മറ്റു മഹാന്മാരെ ഖബറിന് പിന്നെ പറയാം. സാധാരണക്കാരന്റെ ഖബർ തന്നെ ഒരു ചാണിനേക്കാൾ അധികമാകുന്നതിന്റെ വിധി കേവലം കറാഹത്ത് മാത്രമേ ഉള്ളൂ. കേവലം കറാഹത്ത്, ഹറാമല്ല, ശിർക്കല്ല. ഞാൻ ചോദിക്കട്ടെ മൗലവിമാരെ, നിങ്ങളൊക്കെ പറഞ്ഞല്ലോ ഇവിടെ എല്ലാം ചക്കര കഞ്ഞാക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഖബർ ഉയർത്തുന്നതും അവിടെ കെട്ടിടം കെട്ടുന്നതും അതുപോലെ അവിടെ സിയാറത്ത് ചെയ്യുന്നതും അവിടെ തൊട്ടുമുത്തുന്നതും ഒക്കെ ഒരേ ഗണത്തിൽ പെടുത്തിയിട്ട് അത് ഖബറാരാധനയാണ്, ഖബർ പൂജയാണ്, ശിർക്കാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, അള്ളാന്റെ ഭൂമിയിൽ ഏതെങ്കിലും ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥത്തില്, ഏതെങ്കിലും ഒരു ഫിഖ്ഹിന്റെ ഗ്രന്ഥത്തില് ഖബറിനെ ഒരു ചാണിൽ നിന്ന് അധികം ഉയർത്തുന്നത് ശിർക്കാണ്, അത് ഖബറിനെ ആരാധിക്കലാണ്, അത് പൂജ നടത്തലാണെന്ന് എഴുതിയ ഏതെങ്കിലും ഒരു കിതാബിനെ ഹാജരാക്കാൻ മൗലവിമാരെ ഞാൻ വെല്ലുവിളിക്കുന്നു. കൊണ്ടുവാ കിതാബ്. ഒരു ചാണിനേക്കാൾ ഉയർത്തുന്നത് ഖബർ ആരാധനയാണ്, പൂജയാണെന്ന് പറഞ്ഞൊരു കിതാബ് ഖറാത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അത് പൂജയാണ്, ഖബറിനെ ആരാധിക്കലാണ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു മൗലവിമാരോട്, അതിന്റെ മേലെ കെട്ടിടമുണ്ടാക്കുന്നത് അള്ളാന്റെ റസൂൽ വിരോധിച്ചിരിക്കുന്നു എന്നതിന്റെ അലൈഹിന്റെ ലമീർ എവിടേക്കാണ് മടങ്ങുന്നത്? അർത്ഥം വെക്ക് മൗലവി.